എല്ലാവർക്കും ഖുറാന്റെ ദൈവികതയ്ക്ക് ന്യൂജൻ ദവാക്കാരുടെ തെളിവുകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യുദ്ധഭൂമിയിൽ പുതിയ ഭടന്മാരെ കണ്ടതുകൊണ്ട് അവർക്കൊരു മറുപടി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. രണ്ട് ന്യൂജൻ ദവാക്കാർ ശാന്തമായിരുന്ന സാധാരണ ഒരു വ്ളോഗ് ശൈലിയിൽ, ഗെയിമിംഗ് ശൈലിയിൽ, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഗെയിമേഴ്സിൻ്റെ ഒരു ശൈലിയിൽ ശാന്തമായി ഇരുന്നു കൊണ്ട് ശരിക്കും സത്യം പറഞ്ഞ മണ്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന, പറയുന്നത് ഒരു ബഹുമാനക്കുറവാണെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ മണ്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന രണ്ട് ന്യൂജൻ ദവാപ്രവർത്തകരെ, അല്ലെ MM അക്ബറിൻ്റെയൊക്കെ ഒരു യുവതലമുറയെ എല്ലാവരുടെയും മുന്നിലൊന്ന് തുറന്നു കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബൈബിള് ദൈവികമല്ല, കാര്യം അതൊരു മാനുഷിക ശൈലിയാണ്. എന്നാൽ ഖുറാൻ ദൈവികമാണ്, അതിനകത്ത് മാനുഷികമല്ലാത്ത ശൈലിയാണ് എന്ന് വാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഈ ന്യൂജൻ ദവാക്കാർ നടത്തിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ഒരു പ്രതിപാദന വിഷയമെന്ന് പറഞ്ഞാൽ. ആ വീഡിയോയിൽ അവർ ഉപോത്ബലകമായി എടുക്കുന്ന ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രസകരമാണ്. നമ്മളൊക്കെ ഓർക്കുക, ഏതെങ്കിലും പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ബൈബിളിൽ ഒരു വാക്യം എടുത്തിട്ട് അതിനൊന്ന് ക്രോസ് എക്സാമിൻ ചെയ്യുമോ അങ്ങനെയൊക്കെയാണെന്ന് അല്ല. അവരെടുക്കുന്ന ഒരു ഉപോത്ബലകമായ തെളിവെന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രശസ്തനായ നിരീശ്വരവാദിയായ, ബൈബിളിനെ നിത്യം പരിഹസിച്ച് കോമഡി പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു കൊമേഡിയനെയാണ്, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെയാണ്. നമ്മുടെ പിഷാരടീനെയൊക്കെ പോലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ഇവരുടെ തെളിവുകളുടെ ആധാരം. എന്തായാലും എല്ലാവർക്കും ആ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് സ്വാഗതം. ഇവരുടെ അതിലും വലിയ സിറ്റപ്പ് കോമഡി ആയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും, എനിക്ക് സിറ്റ് ഡൗൺ കോമഡി ആയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് തോന്നില്ല. എന്തായാലും ആ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കിടക്കാം. വിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട അമാനുഷികത തെളിയിക്കുന്ന ഒരു തലം എന്ന് പറയുന്നത്, അതിന്റെ ഒരിക്കലും മനുഷ്യർ എഴുതിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള ചില പരാമർശങ്ങളുണ്ട്. അത്തരം ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. നമുക്ക് ആദ്യം വളരെ പ്രസിദ്ധനായ ഒരു കൊമീഡിയൻ ആയിട്ടുള്ള ജോർജ് കാർലിന്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഇവിടെ ഒരു ഭാഗം കണ്ടുകൊണ്ട് തുടങ്ങാം. Folks, here's something else I got a problem with. The 10 Commandments. Here's my problem. Why are there 10? You don't need 10. I think the list of commandments was deliberately and artificially inflated to get it up to 10. It's a padded list. Here's what they did. About 5,000 years ago, a bunch of religious and political hustlers got together to try to figure out how to control people, how to keep them in line. They knew people were basically stupid and would believe anything they were told, so they announced that God had given them some commandments. Up on a mountain, when no one was around, God had given them the 10 commandments. Well, let me ask you this. When they were sitting around making this shit up, why did they pick 10? Why 10? Why not 9 or 11? Tell you why. Because 10 sounds official. 10 sounds important. They knew if it was 11, people wouldn't take it seriously. So what, are you kidding me? The 11 commandments? Get the out of here. 10 sounds important. 10 is the basis for the decimal system. It's a decade. It's a psychologically satisfying number. The top 10, the 10 most wanted, the 10 best dressed. So having 10 commandments was really a marketing decision. Okay. ഇതാണ് കൊമേഡിയന്റെ ഒരു സംഭാഷണം ശകലം എന്ന് പറഞ്ഞാൽ. ഇവർ കാണിച്ച സംഭാഷണ ശകലമാണ്. അതായത് എന്തുകൊണ്ട് ബൈബിളിൽ 10 കൽപ്പന വന്നു. ആ 10 കൽപ്പന എന്ന് പറഞ്ഞാൽ 10 എന്നുള്ളതൊരു മാനുഷിക സംഖ്യയാണ്. അത് നമ്മുടെ ഡെസിമൽ സിസ്റ്റം, എണ്ണുന്ന സിസ്റ്റം എല്ലാം 10 ആണ്. അങ്ങനെ 10 കൽപ്പന എന്ന് പറയുന്ന ഒരു മാനുഷിക സംഖ്യയാണ്. അതുകൊണ്ട് മനുഷ്യര് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മോശെ ഉഡായിപ്പായിട്ട് 10 കൽപ്പനയാക്കിയതാണ്. പോയിന്റ് നമ്പർ 1. ഈ 10 കൽപ്പന എന്ന് പറയുന്ന ബൈബിളിനകത്ത് നമ്മൾ എക്സ്ട്രാ എഴുതി ചേർക്കുന്ന ഹെഡിങ് ആണ് 10 കൽപ്പനകൾ, 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത്. അല്ലാതെ മോശ എഴുതിയതിനകത്ത് ദൈവം 10 കൽപ്പനകൾ കൊടുത്തു എന്ന് പറഞ്ഞല്ല. ദൈവം കൽപ്പനകൾ കൊടുത്തു, അതിന്റെ എണ്ണം 10 എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമാൻഡ് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ ഇത് കൊടുത്തതല്ല. ദൈവം കൊടുത്ത കൽപ്പനകൾ 10 ഉണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഈ ഡെസിമൽ സിസ്റ്റം കണ്ടില്ലേ, 1 മുതൽ 10 വരെ, അങ്ങനെ സംഖ്യകളെല്ലാം 10 മാനുഷിക സംഖ്യയാണ്. അപ്പൊ അതിനൊരു ഒത്തന്റിസിറ്റി വരാൻ വേണ്ടി കൊടുത്താണെന്ന്. എന്നാലേ എന്റെ പൊന്ന് കൊമേഡിയൻ അണ്ണ, ദൈവം തമ്പുരാൻ മോശയ്ക്ക് 10 കൽപ്പന കൊടുക്കുന്നത് ഈ AD 2000-ൽ ഈ AD 2nd സെഞ്ചുറിയിലല്ല ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നത്. BC 2nd സെഞ്ചുറി. ലണ്ടൻ AD BC മാറിപ്പോയി.
ആ കാലഘട്ടത്തിൽ 10 ഇമാതിരി പ്രസക്തി ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇനി പോട്ടെ, ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ 10 എന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയുമില്ലാത്തൊരു നമ്പറാണ്. കാര്യം ബൈബിളില് ഒരു പൂർണ്ണ നമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ബന്ധപ്പെട്ട നമ്പർ എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്ത്യാനികളായ കാറ്റഗിസം പഠിച്ച സൺഡേ സ്കൂളിൽ പോയിട്ടുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാൽ പോലും പറയും 7 ആണ് ആ നമ്പർ എന്ന് പറയും. ഉൽപ്പത്തി മുതൽ നമ്മൾ ഇങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കാണാം 7 ദിവസം കഴിഞ്ഞിട്ട് 7 ദിവസമാണ്, 1-ാമത്തെ ദിവസം മുതൽ 7-ാം ദിവസം വരെ. അങ്ങനെ എവിടെ തിരിഞ്ഞാലും 7 7 7 7 എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് കാണുന്ന സ്വപ്നം 7 പശുക്കള് വരുന്നു എന്ന് പറഞ്ഞാൽ 7 പുഷ്ടിയുള്ള പശുക്കള്, അത് 7 വർഷത്തെ കുറിക്കുന്നു. ഇങ്ങനെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കാര്യം ബൈബിളിൽ പറഞ്ഞാലും അതിന്റെ എല്ലാത്തിൻ്റെയും ഒരു പൂർണ്ണത എന്ന് കാണിക്കുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. അത് 1ഉം 2ഉം അല്ല, 100 കണക്കിന് നമ്പർ 7 ബൈബിൾ കാണാൻ പറ്റും. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉടനീളം കാണാൻ പറ്റും. 7 മുദ്രകള്, 7 കലശങ്ങള്, ഇങ്ങനെ പുതിയ നിയമ 7 കാഹളങ്ങള്, ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 7ന്റെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. അങ്ങനെ 7 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഖ്യയായിട്ട് ബൈബിൾ വേണമെങ്കിൽ പറയാം. എന്നാൽ 10ന് അങ്ങനെ എന്ത് പ്രത്യേകതയുള്ളത്? ബൈബിളിൽ എന്തെങ്കിലും കാര്യം പിന്നെ അങ്ങനെ 10ഉമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഫ്രീക്വന്റ് ആയിട്ട് വരികയോ അല്ലെങ്കിൽ ഒരു ഡിവിനിറ്റിയുള്ള ഒന്നായിട്ട് 10നെ കാണിക്കുകയോ ചെയ്യുന്ന യാതൊരു വിധത്തിൽ നമ്പറിംഗ് സിസ്റ്റവും ബൈബിളിനകത്തില്ല. അപ്പൊ കൊമേഡിയൻ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്നാണ് പറയും. ഇപ്പൊ രമേഷ് പിഷാരടി ധർമ്മജനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും, ട്രംപിനെ കുറിച്ച് പറയും, ട്രംപ് ധർമ്മജനോട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഇറക്കും. ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും മണ്ടംകുണാപ്പന്മാരെ ട്രംപിന്റെ അടുക്ക് ചെന്നിട്ട്, ട്രംപേ നീ എന്തിനാ ധർമ്മജനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ ആ കോമൺ സെൻസ് ഇല്ലായ്മയല്ലേ ഇവന്മാർ, ഈ ദവാപ്രവർത്തകന്മാര് ഈ വീഡിയോയുടെ മുമ്പിലിരുന്ന് ഏതോ കൊമേഡിയൻ ഒരു കോമഡി അടിച്ചതാ. പുള്ളി പ്രാസത്തിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിഷാരടിയിരുന്ന് സ്റ്റാൻഡപ്പ് കോമഡി പറയണ പുള്ളി പ്രാസത്തിന് കുറെ കാര്യങ്ങളാണ്. അതിൽ കുറേയൊക്കെ നുണയുണ്ട്, കുറേയൊക്കെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പുള്ളി എക്സാഗറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് 10 മാനുഷിക നമ്പറാണ്, അതുകൊണ്ടാണ് ബൈബിൾ 10 കൽപ്പന, കണ്ടില്ലേ ഇതാണ് 10 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് ഈ എന്താ പറയുക, ഈ കാശും മുടക്കി യൂട്യൂബിൽ വന്നിരുന്ന് 2 മൈക്കും വാങ്ങിച്ച് ഇരുന്ന് ഗെയിമേഴ്സ് വ്ളോഗ് ചെയ്യുന്ന പോലെ ഇരുന്നൊരു ഗുണ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത കോമഡിയിലേക്ക് കിടക്കുന്നു. ഇവിടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പരാമർശം നമ്മൾ കണ്ട്, അത് 10 കമാൻഡ്മെന്റ്, ദൈവം 10 കൽപ്പനകൾ കൊടുക്കുകയാണ്. എന്താണ് 10? അതിൽ തന്നെ ഒരു മാനസികമായ ഒരു സ്വഭാവം നമുക്കൊരു കാണാണ്. 10 എന്ന് പറയുമ്പോൾ ഡെസിമൽ സിസ്റ്റത്തിന്റെ അടിത്തറ, ടോപ്പ് 10, മോസ്റ്റ് വാണ്ടഡ്, ടോപ്പ് 10 എന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ടോപ്പ് 10 എന്ന് പറയുമ്പോൾ ഈ 10ന് ഒരു ബേസിക് ആയ ഒരു സ്വഭാവം ഉണ്ട്, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. 1 2 3 4 5 6 7 8 10 ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ മേലെ കൂട്ടണമല്ലോ. 11 എന്ന് പറയുമ്പോൾ 10 + 1 അങ്ങനെയാണല്ലോ. അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് തന്നെ മനുഷ്യന് വളരെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ 10 കമാൻഡ്മെന്റ് വന്നത്. അതേസമയം അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ വളരെ വിചിത്രമായി തോന്നിയൊരു സംഗതി എന്താ വെച്ചാല്, ഖുർആനിന്റെ പല പരാമർശങ്ങളും ഈ പറഞ്ഞ മാനുഷികമായ സ്വഭാവത്തിനപ്പുറം പലതും നമുക്ക് കാണാം. ഈ പറഞ്ഞ നമ്പറിൽ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ വിത്രൻ യുഹിബ്ബുൽ വിത്തർ അലൈഹി വാഹിദുൻ യുഹിബ്ബുൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമാ ഖാല റസൂലുള്ളാഹ്, അള്ളാഹു ഏകനാണ്, അവന് ഒറ്റയാണ് ഇഷ്ടം. അതായത് അള്ളാഹു എന്ന് പറയുന്ന അറബി ദേവന് ഒറ്റ നമ്പറാണ് ഇഷ്ടം, അതുകൊണ്ട് ഇരട്ട നമ്പർ പറഞ്ഞേക്കണമെന്നും ദൈവികമല്ല. എന്തോന്നുള്ള ഇത് ഈ ബൈബിളിൽ 10 കൽപ്പനകൾ പറഞ്ഞുകൊണ്ട് ബൈബിൾ ദൈവികമല്ല, അത് 10 എന്നുള്ള അക്കമുള്ളതുകൊണ്ട് അത് ദൈവികമല്ല. കാരണം എന്താ? ഒന്ന്, സ്റ്റാൻഡപ്പ് കൊമേഡിയും പറഞ്ഞു 10 എന്ന് പറയുന്നത് മനുഷ്യന് ഒരു കോൺഫിഡൻസ് കിട്ടുന്ന നമ്പറാണ്, അതുകൊണ്ട് 10 ഉള്ളതുകൊണ്ട് ദൈവികമല്ല എന്ന് സ്റ്റാൻഡപ്പ് കൊമേഡിയും പറഞ്ഞു. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് കണ്ടില്ലേ, ഖുർആനത്തെല്ലാം ഒറ്റ സംഖ്യ, അള്ളാഹുവിന് ഒറ്റ നമ്പറാണ് ഇഷ്ടമെന്ന്. അള്ളാഹുവിന് ഒറ്റ നമ്പർ ലോട്ടറിയോ ഇരട്ട നമ്പർ ലോട്ടറി ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചിട്ടാണോ ദൈവികത നിശ്ചയിക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്ന ഒരു മാനുഷിക കണ്ടുപിടുത്തമായതുകൊണ്ടല്ലേ ഒറ്റ നമ്പരും ഇരട്ട നമ്പരും ഒക്കെ ഇഷ്ടപ്പെടുന്നത്? ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നമ്പർ ആയാലെന്ത്, ഈ ഇരട്ട നമ്പർ ആയാലെന്ത്? അപ്പൊ ഒറ്റ നമ്പർ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ദൈവമാണ് എന്ന് ഇവർ വാദിക്കുന്നതിന് ശുദ്ധ അസംബന്ധമല്ല. അതൊരു മനുഷ്യന്റെ കേവല ചിന്തയല്ലേ, ഒറ്റയും ഇരട്ടയും ഒക്കെ. ഈ കോടാനകോടി എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്ര സമൂഹങ്ങളെ, ഗാലക്സികളെ, ആകാശഗംഗകളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന് ഈ യൂണിവേഴ്സിന്റെ അറ്റഭേദാത മനുഷ്യന് ഇന്നുവരെ കണ്ടുപിടിക്കാനോ കണക്കുകൂട്ടാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള
എന്നുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇല്ലാത്ത രീതിയിൽ ഇത്രത്തോളം ബൃഹത്തായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ, ഇനി അതിനപ്പുറം മറ്റേതെങ്കിലും ഒരു മൾട്ടിവേഴ്സ് ഉണ്ടോ എന്ന് പോലും ഇന്ന് സംശയിച്ചുകൊണ്ട് മനുഷ്യൻ എന്താ പറയാ പകച്ചു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പൊ പറയാ ഇത്രയും വലിയ പടച്ചതമ്പുരാനായ ദൈവത്തിന് ഒറ്റ സംഖ്യയാണ് ഇഷ്ടം, ഇരട്ട സംഖ്യ പറയുന്നൊന്നും ദൈവികമല്ല. എന്തോന്നടാ ഇത്? സത്യം പറയാലോ, ആ കൊമേഡിയനേക്കാൾ വലിയ കോമഡി ആയിപ്പോ അള്ളാഹുവിന്റെ ഒറ്റ നമ്പർ പ്രേമം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടി അള്ളാഹു എന്ന് പറയുന്നത് വെറുമൊരു വ്യാജദേവനാണ്. ഒറ്റ നമ്പറിന്റെയും ഇരട്ട നമ്പറിന്റെയും പുറകെ നടക്കുന്ന അള്ളാഹു ഒരു വ്യാജദേവനാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടി. ഇനിയുണ്ട് രസം പുറകെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹു ഏകനാണ്, അവന് ഒറ്റയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോ മാനസികമായിട്ട് നമുക്ക് ഇരട്ട സംഖ്യകളോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ അതിന് നേരെ അപ്പുറമാണ് ഇസ്ലാമിൽ പല സംഖ്യകളും. ഉദാഹരണത്തിന് സൂറത്തുൽ മുദ്ദസ്സിറിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് അലൈഹ തിസ്സത്താശ, നരകത്തെ കാക്കുന്ന മലക്കുകൾ 19 ആളുകളാണ്. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് 19? നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കാവൽ നിർത്തുന്ന സമയത്ത് മനുഷ്യരാരും ഇവിടെ ഒരു 19 പേര് നിൽക്കണം പറയില്ല. ഇതിനെ കുറിച്ച് ഇവിടെ ഒരു 10 പേര് നിർത്തണം, അല്ലെങ്കിൽ ഇവിടെ ഒരു 20 പേര് നിൽക്കുക, അല്ലെങ്കിൽ 10-20 പേര് നിൽക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയാം. അത് സ്വാഭാവികമായിട്ട് ഇതൊരു മനുഷ്യൻ നിർത്തിയതല്ല, മനുഷ്യന്റെ ഇഷ്ടമല്ല എന്നുള്ള അവിടെ തോന്നാണ്. അതായത് ഇവര് പറഞ്ഞു വെക്കുന്നത് മനുഷ്യർക്കൊക്കെ മൊത്തത്തിൽ ഇരട്ട സംഖ്യയാണ് ഇഷ്ടം. അതുകൊണ്ട് ഖുറാനകത്ത് അള്ളാഹു 19 മലക്കുകളെ നിർത്തിയിരിക്കുന്നു. കണ്ടില്ലേ, ഒറ്റ സംഖ്യ. അള്ളാഹു പലയിടത്തും പറയുന്നു എനിക്ക് ഒറ്റ സംഖ്യയാണ് ഇഷ്ടം. അപ്പൊ ഒറ്റ സംഖ്യയിൽ അള്ളാഹു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഖുറാൻ ദൈവികവും ബൈബിളിലെ 10 കൽപ്പനകൾ മാത്രം ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ബൈബിള് ദൈവികമല്ല എന്നുമാണ് ഇവന്മാർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒറ്റ സംഖ്യ മാത്രമേ ദൈവികമുള്ളൂ, ഇരട്ട സംഖ്യ പറയുന്ന ഒന്നും ദൈവികമല്ല, അതൊക്കെ മാനുഷികമായാണ്. എന്റെ പൊന്നു മക്കളെ, ഖുർആൻ ഒരു ആവർത്തിയെങ്കിലും വായിച്ചിട്ടാണോ ഈ ഇരുന്ന് ദവാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ഇവിടുന്ന് അറബി പറയുന്നു, ഈ പറയണ അറബി എന്താണെന്നെങ്കിലും നിനക്കൊക്കെ അറിയാവോ? ഖുറാനിലെ 6-ാമത്തെ സൂറ 143-ാമത്തെ ആയത്ത്, സൂറത്ത് അൽ അൻആമിലെ 143-ാമത്തെ ആയത്ത് 8 ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലാതെ ഒറ്റ സംഖ്യ ഇണകളല്ല. ഇനി 8 ഒറ്റ സംഖ്യയാണെന്ന് പറഞ്ഞു വരരുത് കേട്ടോ. അള്ളാഹു 8 എണ്ണത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് 8 ഒറ്റ സംഖ്യയാണ് ഇനി മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രഖ്യാപനം ഒന്നും മക്കൾ ഇറക്കണ്ട. 8 ഇണകളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ചെമ്മരിയാടിൽ നിന്ന് 2, കോലാടിൽ നിന്ന് 2 പറയുക, അവർ 2ലെയും ആൺവർഗ്ഗങ്ങളെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകുന്നു. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചത് 8 ഇണകളെയാണ് എന്ന് ഈ പറയുന്ന ഖുറാനിൽ പറയുന്നു. 8 എന്റെ മക്കളെ ഒറ്റ സംഖ്യയല്ലേ, ഇരട്ട സംഖ്യയാണെന്ന് അറിയാനുള്ള ബോധം ഇല്ല. അതോ ഈ ആയത്ത് മുഹമ്മദ് കയ്യിൽ നിന്ന് ഇറക്കിയാണോ? ഇരട്ട സംഖ്യ വന്ന മുഴുവൻ മുഹമ്മദ് കയ്യിൽ നിന്നിട്ടതും അത് മാനുഷികമാണല്ലോ. ഒറ്റ സംഖ്യ വന്നത് മാത്രം അള്ളാഹുവിന്റെ ആയത്തുകളും എന്നാണോ പറയുന്നത്? മനുഷ്യനെ ഇണയായിട്ടല്ലേ, 2 ആയിട്ടല്ലേ സൃഷ്ടിച്ചു, ആണും പെണ്ണും. എന്റെ ബൈനറി അല്ലാതെ, ഇരട്ടയല്ലാതെ എന്നാ പിന്നെ ഒരു മൂന്നാമത്തെ ലിംഗം കൂടെ ചേർത്ത് ഒരു 3 എണ്ണം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ വന്നില്ല? നിങ്ങൾ പറയുന്നതാണ് അള്ളാഹുവിന്റെ പ്രവർത്തികളെല്ലാം ഒറ്റ സംഖ്യകളാണെങ്കിൽ മനുഷ്യന് ആണും പെണ്ണും അല്ലാതെ 3ാമത്തെ ലിംഗം കൂടെ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് അല്ല, മൂന്നാമതായിട്ടൊരു ഡിഫൈൻഡ് ജെൻഡർ ഉണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആണ് പെണ്ണ് എന്ന് പറയുന്ന പോലെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള 3ാമതൊരു ജെൻഡർ. XX-ഉം XY-യും കൂടാതെ വല്ല XXXോ XYZ ഒക്കെ ആയിട്ട് DNA ആയിട്ട് 3ാമതൊരു സർട്ടൺ ജെൻഡർ ഉണ്ടാവണമല്ലോ. നിങ്ങളുടെ കണക്കനുസരിച്ചിട്ടാണ്. അല്ലെ അള്ളാഹുവിന് 19 ഇഷ്ടമെങ്കിൽ 19 ജെൻഡേഴ്സ് കൂടെ ഉണ്ടാവണമല്ലോ. ഒറ്റ സംഖ്യ മാത്രമാണ്, അല്ലെ ഒറ്റ ജെൻഡർ മാത്രമായിട്ട് ഇവിടെ എങ്കിലും ഉണ്ടാവണമല്ലോ. ഇതുമല്ല ഇവിടെ നടന്നേക്കുന്നത്. അപ്പോ മക്കളുടെ ഇരട്ട സംഖ്യ മാത്രം മാനുഷികവും ഒറ്റ സംഖ്യയെല്ലാം ദൈവികവും ആണെന്ന് പറഞ്ഞാൽ ഖുറാനിലെ കുറച്ച് ഇരട്ട സംഖ്യകൾ നമുക്കും ഒന്ന് എടുത്തു നോക്കാം. ഖുറാനിലെ 55-ാമത്തെ സൂറ 17-ാമത്തെ ആയത്ത് 2 ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും. സാധാരണ ഉദയസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഒന്നേ ഉള്ളെന്ന് പറയുള്ളൂ, അല്ലെ? ഉദയസ്ഥാനം കിഴക്ക് ഒന്നല്ലേ ഉള്ളൂ. 2 അസ്തമന സ്ഥാനങ്ങളുടെ രക്ഷിതാവ് പടിഞ്ഞാറ്. നമുക്കൊക്കെ ഒരു അസ്തമയമുള്ള, അള്ളാഹിന് 2 അസ്തമയം ഉണ്ടെന്നാണ് പറയുന്നത്. അള്ളാഹിന് 2 ഉദയസ്ഥാനങ്ങളും 2 അസ്തമയ സ്ഥാനങ്ങളും ഉണ്ട്. 2 ഉദയസ്ഥാനങ്ങളുടെ രക്ഷിതാവും, അതായത് ഒറ്റ സംഖ്യയുള്ള ഉദയവും അസ്തമയവും അള്ളാഹു പിടിച്ചിരട്ടയാക്കുക. അപ്പൊ ഈ ഇരട്ട 2 ഉദയസ്ഥാനവും 2 അസ്തമയ സ്ഥാനവും എന്തേ മക്കളെ അള്ളാഹുവിന്റെ അല്ലേ, മനുഷ്യരുടെ ആണോ? ഇപ്പൊ ഖുറാൻ 3/4 മനുഷ്യർ എഴുതിയാണ് നിങ്ങൾ പറയേണ്ടി വരുമല്ലോ. ഖുറാനിലെ 41-ാമത്തെ സൂറ 10-ാമത്തെ ആയത്ത്, അതിൽ ഭൂമി അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് അവൻ അത് ചെയ്തത്.
ഭൂമി എന്തേ 5 ദിവസം ആക്കാഞ്ഞത്, എന്തേ 3 ദിവസം ആക്കാഞ്ഞത്, എന്തേ 19 ദിവസം ആക്കാഞ്ഞത്? അത് ഇരട്ടസംഖ്യയായി പോയില്ലേ 4. അള്ളാഹുവിന് അവിടെയും അബദ്ധം പറ്റി. ഇടക്കിടക്ക് ഈ ഡിമെൻഷ്യുള്ള നമ്മുടെ ജോ ബൈഡനെ പോലെ അള്ളാഹു ഇടക്കിടക്ക് മറന്നു പോകും. അള്ളാഹു നേരത്തെ തട്ടിയിട്ടുണ്ടോ, ഞമ്മക്ക് ഒറ്റ സംഖ്യ മാത്രമാണ് ഇഷ്ടം, ഞമ്മന്റെ പ്രവൃത്തികളെല്ലാം ഒറ്റ സംഖ്യ, അല്ലേലും ഇച്ചിരി ഇടത്തേക്കാണല്ലോ പോട്ട്. പക്ഷേ ഇടക്കണ്ണം മറന്നു പോവും. ഈ ഡിമെൻഷ്യയുടെ മരുന്ന് കഴിക്കാത്തപ്പോൾ അള്ളാഹു മറന്നു പോവുക, അയ്യോ ഇരട്ട സംഖ്യയും പറഞ്ഞു വിടുക. എന്ത് ചെയ്യാൻ, കഷ്ടം. മുഹമ്മദ് നേരത്തിന് പുള്ളിക്ക് മരുന്നെങ്കിലും കൊടുത്തെങ്കിൽ ഈ അബദ്ധം ഇവിടെ വരില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഖുറാനിലെ 41 സൂറയിൽ നമ്മളിപ്പോ കണ്ടത് എന്താ, 4 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം ഭൂമിയെ അറേഞ്ച് ചെയ്തു എന്നാ പറയുന്നത്, അല്ലാതെ ഒറ്റ സംഖ്യയല്ല. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുറാനിലെ 24 സൂറത്ത് 100 13 ആയത്ത്, അവർ എന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? മുഹമ്മദിന്റെ ഭാര്യ ഒരു വ്യഭിചാര കേസിന് നാട്ടുകാർ പറഞ്ഞു അവളായിട്ട് വ്യഭിചാരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ 3 സാക്ഷികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഒറ്റ സംഖ്യ പറ്റില്ല, അപ്പം മുഹമ്മദിന് ഇരട്ട സംഖ്യ വേണം. ആയിഷയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദിന് ഇരട്ട സംഖ്യ വേണം. അപ്പൊ തന്നെ ആയത്തിറക്കി അള്ളാഹു. അപ്പൊ ഈ ഒറ്റ ഇരട്ട എന്ന അള്ളാഹുവിന് പ്രസക്തമല്ല. അവിടെ 3 പേരുണ്ടായിരുന്നു, അപ്പൊ അള്ളാഹു ഒരെണ്ണം കൂട്ടി പറഞ്ഞു, 1 കൂട്ടി ലേലം വിളിക്കണ പോലെ. അപ്പൊ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല, അപ്പൊ അള്ളാഹുവിന് ഇരട്ട സംഖ്യ വേണം. അപ്പൊ ഈ ഇട്ടക്ക അള്ളാഹു മനുഷ്യനാകുമെന്നാണ് ഇവന്മാർ ഇവിടെ ഇരുന്ന് പറയുന്നതിന്റെ ലക്ഷണം. ഇനി സൂറ 39, ഖുറാനിലെ 39 സൂറത്ത് സുമറിലെ 6 ആയത്ത്, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നീട് അതിൽ നിന്ന് അതിന്റെ ഇണയെ ഉണ്ടാക്കി, കന്നുകാലികളിൽ നിന്ന് 8 ജോഡികളെയും അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നു. അപ്പോ ഒറ്റ അസ്തിത്വത്തിൽ നിന്ന് 2 എണ്ണത്തെ നിങ്ങളെ സൃഷ്ടിച്ചു, 2 പേരെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചു. പിന്നെ 8 ജോഡികളെയും കന്നുകാലികളിൽ നിന്ന് 8 ജോഡി കന്നുകാലിനെ ഇറക്കി കൊടുത്തു. മക്കള് പശുവൊക്കെ മയച്ച് വിടങ്ങ് ജീവിച്ചോളം പറഞ്ഞ് ഈ നമ്മുടെ പ്രധാനമന്ത്രി കന്നുകാലി യോജന എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുറച്ച് 8 ജോഡി കന്നുകാലികളെയും കൊടുത്ത് ഒരു തൊഴുത്തും കൊടുത്ത് പ്രധാനമന്ത്രി കന്നുകാലി യോജനയായിട്ട് അള്ളാഹു കന്നുകാലി യോജന ഇറക്കി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അവിടെയും പ്രശ്നം, എല്ലാം ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ അവിടെയും കാണില്ല. ഇനി ഖുറാനിൽ 25 സൂറ 59 ആയത്ത്, സൂറ ഫുർഖാനിലെ 59 ആയത്ത്, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും 6 ദിവസങ്ങളിൽ. അവിടെയും ഇരട്ട സംഖ്യ. അള്ളാഹുവിന്റെ സൃഷ്ടി മുതൽ ഒടുക്കം വരെ ഇരട്ട സംഖ്യ. എന്നിട്ട് പറയാം ഇരട്ട സംഖ്യയൊക്കെ മാനുഷികവും, ഒറ്റ സംഖ്യ അങ്ങടെ അള്ളാഹുന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് വന്നതാണ്. അപ്പൊ അള്ളാഹു 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചത്, അല്ലാതെ 5 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടോ അല്ല, 6 ദിവസം കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അവിടെയും അള്ളാഹുവിന് അബദ്ധം പറ്റി. ആരും ഒന്നും പറയരുത്, ഡിമെൻഷ്യക്ക് മരുന്ന് കഴിക്കാൻ മറന്നുപോയി. ഖുറാനിലെ 69 സൂറ 17 ആയത്ത്, മലക്കുകൾ അതിന്റെ നാനാഭാഗത്തുണ്ടായിരിക്കും, നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്ന് 8 കൂട്ടർ, അള്ളാഹുവിന്റെ കസേര ചുമക്കണ വരെ വേണം 8 പേര്, 8 കൂട്ടർ. അള്ളാഹുവിന്റെ കസേര അർശിനെ ചുമക്കണമെങ്കിൽ വേണം 8 കൂട്ടർ. അപ്പോഴും ഒറ്റ സംഖ്യ ഇല്ല. കാര്യം അള്ളാഹുവിന് വെളിവുണ്ട്, ഇവന്മാരെ പോലെ അല്ല. ഒറ്റ സംഖ്യയിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താനെ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. അള്ളാഹു പൊത്തോന്ന് പറഞ്ഞ അർശിൽ നിന്ന് താഴെ വീഴുമെന്ന് അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ട് വർക്ക് ചെയ്തു. അള്ളാഹ് എന്ന മുഹമ്മദ് അവിടെ ഇരട്ട സംഖ്യ എന്നിട്ടു 8 കൂട്ടറാണ് വായിക്കുന്നത്, അല്ല 7 കൂട്ടറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈഡിൽ ഇംബാലൻസ് വരുമെന്ന് ഈ പറയുന്ന അള്ളാഹ്ക്ക് അറിയാം. പള്ള എന്ന ഈ മനുഷ്യന് അവിടെയും അബദ്ധം പറ്റും. അപ്പൊ മക്കൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. ഇരട്ട സംഖ്യ പറയുന്നതെല്ലാം മനുഷ്യർ, ഒറ്റ സംഖ്യ പറയുന്നതൊക്കെ അള്ളാഹിന്റെ മഹത്വമായ ദൈവവചനമാണെങ്കിൽ ഖുറാനത്തെ പകുതി മുക്കാലും മനുഷ്യനുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കേണ്ടി വരും. ബൈബിളിൽ ആകെ ഒരു ഇരട്ട സംഖ്യയുള്ള, അതിനെ പിടിച്ചാണ് അവന്മാർ കയറുന്നത്. ബൈബിൾ ഒറ്റ സംഖ്യയും ദൈവത്തിന് പ്രസക്തമല്ല, ഇരട്ട സംഖ്യയും പ്രസക്തമല്ല. കാര്യം സകലവും പടച്ചുണ്ടാക്കിയ ദൈവത്തിന് സംഖ്യയെ പ്രസക്തമല്ല, കാലത്തിന് അതീതരായവന് കാലം പ്രസക്തമല്ല എന്ന് പറയുന്ന പോലെ സകലവും പടച്ചുണ്ടാക്കിയ ദൈവത്തിന് സംഖ്യയെ പ്രസക്തമല്ല. പക്ഷേ ഈ ഖുറാനിലെ അറബി പേഗൻ ദൈവമായ അള്ളാഹ്ക്ക് സംഖ്യ വളരെ പ്രസക്തമാണ്. ഒറ്റ ഇരട്ടയും കളിക്കും. നമ്മുടെ എന്താ പറയാ, നമ്മളൊക്കെ പണ്ടൊക്കെ പുളിങ്കിരി കളിക്കത്തില്ല, ഒറ്റ ഇരട്ട. അതുപോലെയാണ് അള്ളാഹുടെ പരിപാടി. ഇരട്ട അള്ളാഹ് പറയില്ല, ഒറ്റ മാത്രമേ പറയുള്ളൂ എന്നാണ് ഇവരുടെ വാദം. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹിന്റെ ഇരട്ടവാദം ഖുറാനിലെ 3-ാമത്തെ സൂറ 124 മുതൽ 125 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് ആലു ഇമ്രാനിലെ, സൂറ ഫുർഖാനല്ല, സൂറ ആലു ഇമ്രാനിലെ 120 ആലു ഇമ്രാൻ ഞാൻ ഒന്ന് ഇട്ടോട്ടെ, അല്ലെ പിന്നെ അത് പറയും ഞാൻ ഖുറാൻ തെറ്റിച്ച് എന്ന് പറയും. ആലു ഇമ്രാനിലെ 124 125 ആയത്തുകളും, നബിയെ നിങ്ങളുടെ രക്ഷിതാവ് 3000 മലക്കൾ, അയ്യോ അള്ളാഹുവിന്റെ മലക്കളുടെ ഇവിടെ എന്ത് ഇരട്ടയായ അള്ളാഹു 19 മലക്കുകൾ ഇറക്കിയപ്പോ അത് അവർക്ക് ദൈവീകം. ഇവിടെ 3000 മലക്കുകൾ ഇറക്കിയപ്പോ എന്താ, അപ്പൊ ഇത് ദൈവീകം അല്ലേ? എന്തോന്നായത്? 19 മലക്കുകൾ ഇറക്കിയ കണ്ടില്ലേ? മനുഷ്യരാണെങ്കിൽ 20 ഇറക്കിയതല്ലേ, 10 ഇറക്കിയനെ, 19 ഇറക്കിയത് കൊണ്ട് അത് ദൈവികമാണെന്ന് പറഞ്ഞാൽ ഇവിടെ 3000 ഇരട്ട സംഖ്യയല്ലേ? അള്ളാഹു എന്തേ നമ്മൾ കല്യാണത്തിനൊക്കെ കൊടുക്കണമല്ലോ, 501 101 കൊടുക്കണ പോലെ 3001 കൊടുക്കാതെ വെറും 3000 മലക്കുകൾ ഇറക്കിയത് എന്തേ?
അത് പറ്റില്ലായിരുന്നു. പണ്ട് അറബി പേഗൻസിന് ഒറ്റ സംഖ്യയാണ് അവർക്ക് പ്രസക്തി. അതുകൊണ്ടല്ല അള്ളാഹ്ക്ക് 3 പെമ്മക്കളാ, 4 പെമ്മക്കളല്ല, 3 പെമ്മക്കളായിരുന്നു ഈ പറയുന്ന ഖുറൈശ് ബഹുദൈവ മതത്തില്. അവര് 7 അമ്പുകളായിരുന്നു. ഹുബലിന് അമ്പ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് 7 അമ്പുകളായിരുന്നു. ഇങ്ങനെ ഈ ഖുറൈശി പേഗൻ മതത്തിലെ എല്ലാത്തിനും ഇവർക്ക് 7 ഈ പറയുന്ന ഒറ്റ സംഖ്യകളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ പെമ്മക്കൾ മുതൽ ഈ പറയുന്ന ഹുബലിന്റെ അമ്പ് വരെ എല്ലാം ഒറ്റ സംഖ്യകളായിരുന്നു. അതുകൊണ്ടാണ് ഖുറൈശി മതത്തിൽ നിന്ന് ആ മതത്തിലെ അള്ളാഹ് എന്ന് പറയുന്ന ഈ പേഗൻ ദേവനെ ദൈവമാക്കി, ഏകദൈവമാക്കി പുനഃപ്രതിഷ്ഠ നടത്തിയ മുഹമ്മദ് ആ ഒറ്റ സംഖ്യനെ എടുത്തുകൊണ്ട് വന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് പോകും പുള്ളിക്കാരൻ. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ ഒറ്റ സംഖ്യ ഇഷ്ടം. പക്ഷേ മുഹമ്മദ് ഖുറാൻ പറഞ്ഞ് പോയപ്പോ ഇതൊക്കെ ആരും ഓർത്തിരിക്കുക, ഇവന്മാരൊക്കെ ഇങ്ങനെ ഇന്ന് ഈ 2000 നൂറ്റാണ്ടില് ഇങ്ങനെ കിടന്ന് മണ്ടത്തരം വിളിച്ചു പറയുന്ന അന്നുള്ള മുഹമ്മദിന് പറയാവോ? അതുകൊണ്ട് പുള്ളിക്കാരന് ഒറ്റയും പറഞ്ഞ അവസാനം ഇരട്ടയും പറഞ്ഞു. ആദ്യം പറഞ്ഞ പുള്ളി അങ്ങ് മറന്നുപോയി. അപ്പൊ ഇവിടെ 19 മലക്കിനെ അവിടെ ഇറക്കിയത് കൊണ്ട് അവിടെ ദൈവികമാണെന്ന് പറഞ്ഞ ഇവന്മാര് ഈ 3000 മലക്കിനെ ഇറക്കിയത് ദൈവമല്ല മനുഷ്യനാണ് എന്ന് ഇവരങ്ങ് പറയേണ്ടി വരുമല്ലോ. ഇനി താഴേക്ക് വന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ വേണം ഞാൻ 2000 കൂടെ കൂടുതൽ തരാതെ മൊത്തം 5000 ഇറക്കാന്ന്. അപ്പോഴും ഒറ്റ സംഖ്യയല്ല. 5001 ഇറക്കാമെന്നോ 5003 ഇറക്കാമെന്നോ അല്ല, അപ്പോഴും ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ്. ഇനി 5 അറ്റത്തുള്ളതുകൊണ്ട് അത് ഒറ്റ സംഖ്യയാണെന്ന് പറയരുത് കേട്ടോ മക്കളെ. 5000 ഇരട്ട സംഖ്യയാണ്, ഒറ്റ സംഖ്യയല്ല. ഇവന്മാർ വേണം പറയാം, കണ്ടില്ലേ 5ഉം 3ഉം അത് ഒറ്റ സംഖ്യയല്ലേ എന്ന് പറയും. എന്നാൽ അള്ളാഹ്ക്ക് കണക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവെ അബദ്ധം പറ്റിപ്പോയി 5 അറ്റത്തുണ്ടെങ്കിലും 5000ഉം 500ഉം ഒക്കെ ഒറ്റ സംഖ്യയല്ല, ഇരട്ട സംഖ്യയാണ്. 3 ഒറ്റ സംഖ്യയാണെങ്കിലും 300ഉം 3000ഉം ഒക്കെ ഇരട്ട സംഖ്യയാണെന്ന് അള്ളാഹുവിനെ ഞങ്ങൾ അങ്ങോട്ട് കയറി പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ കണക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരി മണ്ടത്തരങ്ങൾ പറയുന്നത് ഭാവിയിലെങ്കിലും നിർത്തുക. അല്ല പറയാണ് മലായിക്ക, നരകത്തിനെ കണക്കുന്ന ആളുകളെ മലക്കുകളല്ലാതെ വേറെ ആരും നിശ്ചയിച്ചിട്ടില്ല. വമാജാലന ഇദ്ദത്തുഹും, അവരുടെ എണ്ണത്തെ നാം ആക്കിയിട്ടില്ല. ഇല്ലാ ഫിത്നത്തിനുള്ളതിനെ കഫറു, അവിശ്വാസികൾക്ക് ഒരു പരീക്ഷണമായിക്കൊണ്ടല്ലാതെ. അപ്പൊ അവിശ്വാസികൾക്ക് അതിൽ വളരെയധികം ഒരു വിചിത്രത അനുഭവപ്പെടാണ്. പിന്നെ ഈ ഖുറാനിലെ 19 മലക്കിന് ഇറക്കിയാലോ 3000 മലക്കിന് ഇറക്കിയാലോ ഞങ്ങൾക്ക് എന്ത് വിചിത്രത. അന്നത്തെ നാട്ടുകാർ പറഞ്ഞത് എന്താ, ഇതൊരു ഭ്രാന്തനായ കവിയുടെ വാക്കുകളാണ്, അവർക്ക് ഇതിനകത്ത് വലിയ വിചിത്രതയൊന്നുമില്ല, ഏതോ ഭ്രാന്തൻ എഴുതിയ കുറെ വരികൾ, ഇത്രയും അന്നത്തെ നാട്ടുകാർ പറഞ്ഞതായിട്ട് ഖുറാനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ അഭിനന്ദയൊന്നുമല്ല, ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഒരു ഭ്രാന്തനായ കവിയുടെ വാക്കുകൾ അത്രേ എന്ന് അന്നത്തെ ഖുറൈശികൾ പറഞ്ഞ കാര്യം ഖുറാനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഖുറാനകത്ത് വിചിത്രതയും അല്ലാത്തതൊന്നും തിരക്കലൊന്നും അന്നത്തെ നാട്ടുകാരുടെ പണിയല്ലായിരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിലേ ഈ യൂട്യൂബിൽ ഇരുന്ന് ഗുണഗുണ അടിക്കുന്ന നേരത്തെ വല്ലപ്പോഴും ആ ഖുറാൻ ഒന്ന് വായിച്ചാൽ തീരാത്ത പ്രശ്നമുള്ളൂ. അത് അവരെ വിശ്വാസത്തിലേക്ക് എത്തിക്കുന്നില്ല, പക്ഷെ ഒരു വിചിത്രത അവർക്ക് അനുഭവപ്പെടുന്നു. അതേസമയം പിന്നെ വേദക്കാർക്ക് അത് ഉറപ്പാവാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പാവുന്നു. വിശ്വാസികൾക്ക് അതിൽ നിന്ന് ഈമാൻ കൂടുന്നു. വലായർത്താബല്ലദീനൂത്തുൽ കിതാബ്, വിശ്വാസികൾക്കും വേദക്കാർക്കും സംശയം മനസ്സിൽ പോവാണ്, ഇത് ദൈവത്തിന്റെ തന്നെയാണ്, അല്ലാണ്ട് എങ്ങനെ ഉണ്ടാവും എന്ന് തോന്നും ആ 19. അപ്പൊ ഈ ഒറ്റ നമ്പർ കാണുമ്പോ ഇത് ദൈവത്തിൽ നിന്നാണ് സംശയം തോന്നുന്നു. അപ്പൊ ഇരട്ട നമ്പർ കാണുമ്പോ ഇത് മനുഷ്യനിൽ നിന്നാണ് സംശയം തോന്നത്തില്ലേ? എന്തുവായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലക്ക് വെളിവില്ലാത്തവന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കണ മതം വല്ലതും ആണോ ഇവന്മാരുടെ? അതോ ദവാപ്രവർത്തകർ ആവണതിന് തലക്കകത്ത് വെളിവ് ഉണ്ടാകരുതെന്ന് വല്ല സർട്ടിഫിക്കറ്റ് ഇവന്മാർ വാങ്ങിച്ചോണ്ട് ചെല്ലണോ? അറിയാൻ പാടില്ലാണ്ട് ഇരിക്കുക. 19 ആയതുകൊണ്ട് മറ്റു മതക്കാർക്കത് തോന്നും ഇത് ദൈവികമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമെന്ന്. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഒറ്റ സംഖ്യയാണെങ്കിൽ ഇരട്ട സംഖ്യ, ഇതൊക്കെ മനുഷ്യനല്ലേ ഈ സംഖ്യകളുടെ ഒറ്റയും ഇരട്ടയും ഒക്കെ? പടച്ച തമ്പുരാൻ എന്ത് സംഖ്യ, എന്ത് നമ്പർ? ഹി ഈസ് ഇൻഫിനിറ്റ്. അവൻ അനന്തനാണ്, അനന്തമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും അനാദിയാണ്. യേശുക്രിസ്തു ഇവിടെ വന്ന് ഞാൻ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ആണെന്ന് പറയാനല്ല, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു എന്ന് പറയാൻ, ഞാൻ ആൽഫയും ഞാൻ ഒമേഗയും ആകുന്നു, ഞാൻ ആദിയും ഞാൻ അന്ത്യവുമാകുന്നു എന്ന് പറയാനാ ദൈവം തമ്പുരാൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഇവര് പറയുന്നത് ദൈവത്തിന് നമ്പരൊക്കെ ഉണ്ടെന്ന്. ഒറ്റ നമ്പർ അടിച്ചാലത് ദൈവം, ഇരട്ട നമ്പർ അടിച്ചാലത് മനുഷ്യൻ. എന്തു സത്യം പറയാലോ, സമ്മതിക്കണം കേട്ടോ നിങ്ങളുടെ മതത്തിന്. ഉണ്ടാവും എന്ന് തോന്നും ആ 19 കേട്ടാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു വിശ്വാസിയുടെ പെർസ്പെക്റ്റീവ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സത്യം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, നേരെ മറിച്ച് വിശ്വാസിക്ക് മനസ്സിലാവും ഇതൊരു മനുഷ്യന്റെ സംസാരമല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വഭാവമല്ല ഈ ഖുറാനിലെ പരാമർശങ്ങളിലൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ, അല്ലെങ്കിൽ മനുഷ്യേതരമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയുടെ ചിന്ത, അവരുടെ സ്വഭാവം, ഇതൊക്കെ ഖുറാനിൽ പലയിടത്തും ഈ സംഖ്യകളിലും അല്ലാത്തവങ്ങളിലൊക്കെ
വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവരുടെ ഒരു ആർഗ്യുമെന്റ് ആണ്, ഖുറാനിലെ ആയത്തുകളിൽ മനുഷ്യേതരമായ ഒരു എൻറ്റിറ്റിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആശയങ്ങൾ, അതിലെ പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യനേക്കാൾ ഒത്തിരി ഉന്നതനായ ഒരു എൻറ്റിറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു മനുഷ്യൻ എഴുതിയാൽ കിട്ടാത്ത കാര്യങ്ങൾ, ഒരു മനുഷ്യൻ എഴുതിയാൽ വരാത്ത കാര്യങ്ങളൊക്കെയാണ് ഖുറാനകത്തുള്ളത്. അതാണ് ഖുറാന്റെ ഒരു ദൈവികത എന്നാണ് ഇവർ പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടോ, നമ്മളൊന്ന് വിശദമായിട്ട് അത് എടുക്കാൻ പോവാം. അവരുടെ സ്വഭാവം ഇതൊക്കെ ഖുറാനിൽ പലയിടത്തും ഈ സംഖ്യകളിലും അല്ലാത്തങ്ങളിലൊക്കെ വരുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യേതരമായിട്ടുള്ള ഒരു എൻറ്റിറ്റിയുടെ ചിന്ത, അവരുടെ സ്വഭാവം ഇതൊക്കെ ഖുറാനിൽ പലയിടത്തും ഈ സംഖ്യകളിലും അല്ലാത്തങ്ങളിലൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ദവാക്കുഞ്ഞുങ്ങള് ഈ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞ് ഖുറാനകത്തുള്ള ഈ സംഖ്യകളുടെ ഈ കണക്കുകളുടെയൊക്കെ അല്ലെങ്കിൽ ഖുറാനകത്തുള്ള കാര്യങ്ങൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, അതൊരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള ഖുറാനകത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ. ദവാക്കുഞ്ഞുങ്ങളുടെ സൂപ്പർ നാച്ചുറൽ ചിന്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുറാനിലെ 33-ാമത്തെ സൂറ 4-ാമത്തെ ആയത്ത്, യാതൊരു മനുഷ്യനും അവന്റെ ഉള്ളിൽ അല്ലാഹു 2 ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെ പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരെ അവൻ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടുമില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കപ്പെടുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്ക് മാത്രമാവുന്നു. മനസ്സിലായോ? ദത്തുപുത്രന്റെ ഭാര്യനെ, അതായത് സയ്യിദ് ബിൻ മുഹമ്മദിന്റെ ഭാര്യനെ മുഹമ്മദിന് കെട്ടാൻ വേണ്ടി നൈസായിട്ട് ആ ബന്ധം ഉപേക്ഷിക്കുന്ന, ദത്തുപുത്രനോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി നൈസായിട്ട് ഇറക്കി കൊടുത്ത ആയത്ത സൂപ്പർ നാച്ചുറൽ ചിന്തകളാണ് ഇതൊക്കെ. കട്ടം തന്നെ മുതലാളി. അതായത് ഒരാൾക്ക് ആൺമക്കൾ ഇല്ലാതിരിക്കുക, ജനിച്ചു വീണ ആൺമക്കളെല്ലാം തട്ടിപ്പോവുക, കുഞ്ഞുനാളിൽ തന്നെ മരിച്ചു പോവുക. അങ്ങനെ ഗതി കേട്ടിട്ട് അടിമയായിട്ട് നിന്നിട്ടൊരു പയ്യനെ, സയ്യിദ് ബിൻ ഹരിത് എന്ന് പറയുന്ന ഹരിത്തിന്റെ മകൻ സയ്യിദിനെ സ്വന്തം മകനായി ദത്തെടുത്ത് സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ സയ്യിദ് ബിൻ മുഹമ്മദിന്റെ തന്നെ ഒരു കസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ആ സൈനബ ബിൻത ജഹിഷ് ഈ സയ്യിദിനെ കൊണ്ട് ഇദ്ദേഹം കല്യാണം കഴിപ്പിക്കുന്നു. ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷം ഈ സൈനബയെ പുള്ളിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ സയ്യിദിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിച്ച് ഇദ്ദേഹം കെട്ടാൻ പോകുമ്പോൾ നാട്ടുകാർ പറയത്തില്ലേ, മകളെ കെട്ടിയവൻ പോണ്, മകളെ കല്യാണം കഴിച്ചവൻ പോണെന്ന് പറയില്ല. കാര്യം മോന്റെ ഭാര്യയാണല്ലോ. അപ്പോ പുള്ളിക്കാരൻ ആയത്തിറക്കി ആ ദത്ത് മകൻ എന്ന് പറയുന്ന പ്രസ്ഥാനമേ ഇല്ലാണ്ടാക്കി. ഇനി മേലാൽ ദത്തുപുത്രത്വം എന്നൊരു പരിപാടിയില്ല, ദത്തെടുക്കണ പരിപാടിയില്ല എന്ന് പറഞ്ഞിറക്കി. ഇതാണോ സ്വന്തം മോന്റെ ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി ദത്തുപുത്ര സമ്പ്രദായം എന്ന് പറയുന്ന ലോകത്തെ മഹത്തരമായ, സ്വന്തമായിട്ട് അല്ലാത്തവരും അനാഥ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, അന്നത്തെ ഖുറൈശികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തെ, ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ചെയ്തിയെ ഏറ്റവും ഹീനമായ രീതിയിൽ ആ ദത്തുപുത്രന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ദത്തുപുത്ര സമ്പ്രദായം ഇസ്ലാമിൽ നിന്ന് എടുത്തു മാറ്റിയ ഈ ആയത്ത് സൂപ്പർ നാച്ചുറൽ ചിന്തയാണെന്ന് എന്റെ പൊന്നു ദവാക്കുഞ്ഞുങ്ങളെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലക്കകത്ത് വേറെ വല്ല പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടാകും. ഇനി ഈ ദത്തുപുത്രന്റെ ഭാര്യയെ കിട്ടുമ്പോൾ നാട്ടുകാരെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ, അപ്പോ അത് അള്ളാഹു ഈ കെട്ടിക്കാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ അങ്ങ് ആയത്ത് പുതുതായിട്ട് ഇറക്കി 37-ാമത്തെ സൂറ അസ്സാബിലെ 37-ാമത്തെ ആയത്ത്, നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം. സ്വന്തം വളർത്തുമോനോട്, മോനെ നീ നിന്റെ ഭാര്യയെ വെച്ചോ, എനിക്ക് വേണ്ട. അവൻ വന്ന് പറഞ്ഞു, കാര്യം പ്രശ്നമാണെന്ന് മനസ്സിലായി. പുള്ളി വന്ന് പറഞ്ഞു, ഞാൻ മൊഴിയല്ല, നിങ്ങൾ കെട്ടിക്കോ, വാപ്പ കെട്ടിക്കോളാൻ പറഞ്ഞു. സ്വന്തം ഭാര്യനെ ഞാൻ മൊഴിയില്ല, വാപ്പ കെട്ടിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞ് സയ്യിദ് വന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട നീ തന്നെ കെട്ടിക്കോ, നാട്ടുകാർ പറയും. എന്നിട്ട് അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്നൊരു കാര്യം നീ നിന്റെ മനസ്സിൽ നീ മറച്ചു വെച്ചു. അല്ല, അള്ളാഹു വെളിപ്പെടുത്താത്ത കാര്യം വെളിപ്പെടുത്താൻ പോകുന്നതേ ഉള്ളൂ. അതായത് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ലേ, പിന്നെ അതെങ്ങനെ മുഹമ്മദിനെ അറിയാം? അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഖുറാനിലായത്തെ മുഹമ്മദിന്റെ മനസ്സിൽ മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ബേസിക് കോമൺ സെൻസ് ഉള്ളവന് ചിന്തിക്കാമല്ലോ, മുഹമ്മദ് സ്വന്തമായിട്ട് അടിച്ചിറക്കിയ പ്രസ്ഥാനമാണ് ഈ ഖുറാൻ എന്ന്. കാര്യം അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം മുഹമ്മദിന് അറിയില്ലല്ലോ, അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യമല്ലേ മുഹമ്മദിന് അറിയുള്ളൂ. അപ്പൊ അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം മുഹമ്മദിന്റെ മനസ്സിൽ മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ മുഹമ്മദിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ ഖുറാനായിട്ട് പുറത്തു വന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തം. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നീ ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു. കാര്യം എന്താ? ഈ മറച്ചു വെച്ച കാര്യം എന്താണെന്നറിയാവോ?
മോന്റെ ഭാര്യയെ കെട്ടണ കാര്യമേ അള്ളാഹു പറഞ്ഞാണ്. മുഹമ്മദ് ജനങ്ങളെ പേടിച്ചോണ്ട് ആരെ മോന്റെ ഭാര്യയെ കെട്ട ജനങ്ങളെ ചിലപ്പോ കൈവെക്കും. അതുകൊണ്ട് പ്രവാചകൻ പേടിച്ചിട്ട് അത് മറച്ചു വെച്ചു വന്നു. എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹുവിനെ പേടിച്ചാൽ മതി. ഈ നാട്ടുകാരൊന്നും പേടിക്കണ്ട, നീ മോളെ വേണേ കെട്ടിക്കോ. അങ്ങനെ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയായി തന്നു. കേട്ടോ, മുഹമ്മദ് അവളെ കെട്ടിയതൊന്നുമല്ല, അള്ളാഹു അവളെ മുഹമ്മദിന് കൊടുത്തതാണ്. എന്റെ പൊന്നു ദവാപ്രവർത്തകരെ, ഈ നാട്ടുകാരുടെ ഈ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി നാട്ടുകാർ വിവാഹം കഴിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്നതാണോ സൂപ്പർ നാച്ചുറൽ ചിന്ത? എന്റെ പൊന്നു ദവാ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ മക്കള് കുറെ സൂപ്പർ നാച്ചുറൽ ഇവിടുത്തെ എന്താ പറയാ പട്ടായയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന കുറെ സൂപ്പർ നാച്ചുറൽ ചിന്തകൾ അവിടെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ടൊന്നും പോകില്ല. അവരെ പിന്നെ ഈ ദത്തുപുത്ര സമ്പ്രദായം നിർത്തി എന്തിനാണെന്നറിയോ? അയ്യോ, ആരൊന്നും ചിന്തിക്കരുതേ. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് വിഷമമില്ലായിരിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ഈ പണി ചെയ്തതെന്ന്. അല്ലാതെ പുള്ളിക്ക് സൈനബയെ കെട്ടാനല്ല, നാട്ടുകാർക്ക് അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ കെട്ടാൻ വേണ്ടിയാണ് പുള്ളി സൗകര്യം ഉണ്ടാക്കി കൊടുത്തു വന്നു. എന്ത് വിശാല മനസ്കഥ! അങ്ങനെയാണ് പിന്നെ പുള്ളി എന്താ സൈനബനെ കെട്ടുന്ന നാട്ടുകാരെ കെട്ടിയാൽ പോരെ? പുള്ളി ആയത്തിറക്കി നാട്ടുകാരെ കെട്ടിയാൽ പോരെ? സൈനബനെ കെട്ടാൻ വേണ്ടി ഇതിനു മാത്രം നാറിയ കളി കളിച്ച ആയത്തുകളാണ് ഈ ഖുർആനിലത്തെ അഹ്സാബ് എന്ന് പറയുന്ന സൂറ മുഴുവൻ. സംഘടിത കക്ഷികൾ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് മോളെ കെട്ടാനുള്ള ലൈസൻസ് കൊടുക്കുന്ന സൂറ എന്നതിന്റെ പേര് വല്ലതും മാറ്റണം. ഈ സൂറകളൊക്കെ, ഈ ആയത്തുകളൊക്കെ ദവാക്കുഞ്ഞുങ്ങൾ പറയുന്നത് മനുഷ്യരുടെ കരസ്പർശമേക്കാത്ത അസ്പർശ്യമായ സൂപ്പർ നാച്ചുറൽ ചിന്തകളാണെന്നൊക്കെ പറയണമെങ്കിൽ എൻ്റെ പൊന്നു ദവാക്കുഞ്ഞുങ്ങളെ, നിങ്ങളെയൊക്കെ എന്താണ് വിളിക്കേണ്ടതെന്ന് നാട്ടുകാർ തന്നെ പറയട്ടെ. ഞാനായിട്ടൊന്നും വിളിക്കുന്നില്ല. ഇനി ദവാക്കുഞ്ഞുങ്ങളുടെ അടുത്ത സൂപ്പർ നാച്ചുറൽ ചിന്ത 38-ാമത്തെ ആയത്ത്. ഈ സൂറയിൽ തന്നെ അഹ്സാബിൽ തന്നെ 38-ാമത്തെ ആയത്ത്. തനിക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ, അതായത് മോളെ കെട്ടുന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടതില്ല. എന്താ ആരാ പറയുന്നത്? പ്രവാചകൻ തന്നെ. അതായത് നാട്ടുകാരെ തണ്ടികൾ ആരും വിഷമിക്കണ്ട, ഇത് അള്ളാഹുവാണ് കെട്ടിച്ചേക്കുന്നത്. പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തെ കെട്ടിയല്ല, അള്ളാഹു നിർബന്ധിച്ച് കെട്ടിക്കുന്നതാണ് ഈ പറയുന്ന സൈനബയെ. പ്രവാചകൻ ഒരു വിഷമവും തോന്നേണ്ടല്ല, ധൈര്യമായിട്ട് കെട്ടിക്കോ, ഒരു ഉളുപ്പും വേണ്ട നിനക്ക്, നീ ധൈര്യമായിട്ട് മോളെ കെട്ടിക്കോളാൻ പറയുന്ന അള്ളാഹു സൂപ്പർ നാച്ചുറൽ ചിന്ത. സംഭവം ശരിയാട്ടോ, മനുഷ്യേതര ചിന്തയാന്ന് പറഞ്ഞത് ശരിയാ. സാധാരണ മനുഷ്യന്മാര് ഒരിക്കലും ഇമ്മാതിരെ വൃത്തികെട്ട ചിന്ത ചിന്തിക്കില്ല. സ്വന്തം മരുമോളെ കെട്ടാൻ വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവർ പലരും ഇപ്പൊ ജയിലുമാണ്. ഓക്കെ, അപ്പോ ഇമാതിരി ചിന്തകൾ എന്തായാലും മനുഷ്യനിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അള്ളാഹുവിനെ പോലുള്ള ചില ടീമുകളിൽ നിന്ന് ഇമാതിരി ചിന്തകളും ആയത്തുകളും വരുമെന്ന് പറഞ്ഞ് ശരിയാ. ഈ സൂപ്പർ നാച്ചുറൽ എന്ന് അവന്മാർ പറഞ്ഞതിനകത്ത് ചില കാര്യമുണ്ട് കേട്ടോ. സൂപ്പർ നാച്ചുറൽ എന്ന് വെച്ചാൽ ദൈവോളം നിർബന്ധമില്ലല്ലോ, സാത്താനും ഇച്ചിരി സൂപ്പർ നാച്ചുറലൊക്കെ തന്നെ. അപ്പൊ സാത്താനിന്ന് ഇബിലീസിന്ന് ആകാം, അവന്മാരുടെ കണക്കിന് സൂപ്പർ നാച്ചുറൽ അവിടെ ഒന്നേ ഉള്ളൂ, മനുഷ്യരുടെ അല്ല. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. ഇനി സാത്താൻ പോലും ഇമാതിരി വൃത്തികേട് കാണിക്കുമെന്ന് എനിക്കറിയില്ല, കാര്യം നമുക്ക് സാത്താൻ വലിയ പരിചയമില്ലാത്തതുകൊണ്ട്. സാത്താൻ ഇമാതിരി വൃത്തികേടൊക്കെ കാണിക്കുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അതുകൊണ്ട് സാത്താനേക്കാൾ വലിയ ബഡാ ടീമായിരിക്കാം. അതും ശരിയാണ് കേട്ടോ. കാര്യം ഖുറാനിന് മുന്നേയുള്ള ഈ ഖുറൈശികളുടെ വിശ്വാസപ്രകാരം സാത്താന്റെ ചേട്ടനാണ് അള്ളാഹു. അപ്പൊ അനിയൻ ബാവനേക്കാൾ ഇച്ചിരി മൂത്തമായിരിക്കുമല്ലോ ചേട്ടൻ ബാവ. അപ്പൊ ചേട്ടൻ ബാവയായ സാത്താന്റെ ചേട്ടനായ ജിന്നായ അള്ളാഹു ഇതല്ല, ഇതിന്റെ അപ്പുറം ചിലപ്പോ പറയും. അപ്പോ അള്ളാഹു പറയാണ് പ്രവാചകൻ സ്വന്തം മോളെ കെട്ടാൻ, മരുമോളെ കെട്ടാൻ ഒരു വിഷമവും വിചാരിക്കണ്ട കേട്ടാ. ഇതൊക്കെ അള്ളാഹു പണ്ടേ ചെയ്യുന്ന കാര്യമാണെന്ന്. ഈ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവർ അള്ളാഹു നടപ്പാക്കിയിരുന്നൊരു നടപടിക്രമമാണ്. ഇതിനൊന്നും വിഷമിക്കണ്ട. ആരാണ്, ഏത് വൃത്തികെട്ടവനാണ്, മുമ്പ് കഴിഞ്ഞു പോയ ഏത് വൃത്തികെട്ടവനാണ് സ്വന്തം വളർത്തുമകന്റെ ഭാര്യ കല്യാണം കഴിച്ചിട്ടുള്ളത്? നിങ്ങളെന്ത് പറ? അതിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, അപ്പോ ദത്തുപുത്രന്റെ ഭാര്യയെ കെട്ടാനുള്ള തന്ത്രപരമായ ആയത്തുകളൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്നാണ് ഇവന്മാർ പറയുന്നത്. ഇനി ഖുറാനിലെ ഇതേ സൂറയുടെ തന്നെ 50-ാമത്തെ ആയത്ത്. ഇതൊന്നും പോരാ പുള്ളിക്ക്. അതാണ് ഈ സൈനബേനെ കെട്ടിയിട്ടും പുള്ളിക്ക് വിഷമം മാറിയില്ല. കാര്യം മോളി പറയുന്നത് എന്താ, പുള്ളിക്ക് ഒരു വിഷമവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരെ സൈനബയെ കെട്ടിച്ചു കൊടുത്തത്. അപ്പോഴും പുള്ളിയുടെ വിഷമം മാറിയല്ല. സാധാരണ മുസ്ലിമിന് 4 കെട്ടാം, മുഹമ്മദിന് എത്ര കെട്ടാം? നബിയെ, നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ ഞാൻ നിനക്ക് അനുവദിച്ചു വന്നിരിക്കുന്നു. കല്യാണം കഴിച്ചവരായിട്ട് നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അത് അനുവദനീയമാണ്. ഇത് കൂടാതെ നിന്റെ ഭാര്യമാരെ നിനക്ക് അനുവദിച്ചു വന്നിരിക്കുന്നത്, നിന്റെ ഭാര്യമാരെ നിനക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഓക്കെ, അത് ന്യായം. 5-10 ഉണ്ട് കേട്ടോ, അത് ന്യായം. പോട്ട്
10 18 ഞാൻ ഒരു ദിവസം എണ്ണിയപ്പോൾ 10 18 ഉണ്ടായിരുന്നു. കൃത്യം കണക്കൊക്കെ ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഞാൻ കിട്ടിയെടുത്തത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 18, ഓർമ്മയിൽ എന്തെങ്കിലും 5 1 2 വ്യത്യാസം ഉണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അടിമപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും, അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിലും പരിപാടി നടത്തിക്കൊള്ളാൻ വേണ്ടി അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ മാസത്തിൽ ഒരെണ്ണം വെച്ച് മാസത്തിൽ ഒരു ദിവസം ഒരു പെണ്ണുമായിട്ട് കൂടിയാലും 30 ദിവസം കഴിഞ്ഞാലും ആദ്യത്തെ പെണ്ണുമായിട്ട് പിന്നെ കൂടാൻ പറ്റില്ല. അത്രത്തോളം എണ്ണം ഉണ്ട് ഇപ്പോ. അടിമ സ്ത്രീകളെല്ലാം പുള്ളിക്കെടുക്കാം. ഓക്കെ, ഇത് പോരാഞ്ഞിട്ട് നിന്റെ പിതൃ സഹോദരന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിയുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദര പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. വിവാഹം ചെയ്യാനെന്നുള്ള ബ്രാക്കറ്റിലാണ്. എന്നിവരെയും ചെയ്യാൻ അനുവദിച്ചില്ല. അല്ലെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ. മുകളിൽ ഭാര്യമാര് മുതലാ പറഞ്ഞു. ഭാര്യമാരെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ പെണ്ണുങ്ങളെയും നിനക്ക് അനുവദിച്ചിരിക്കുന്നു. വിവാഹം ചെയ്യാനെന്നുള്ളത് ഇവിടുത്തെ വൈറ്റ് വാഷ് തവാക്കാരുടെ ബ്രാക്കറ്റാണ്, ഖുർആനകത്തുള്ളതല്ല. ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭാര്യമാരെ അനുവദിച്ചിരിക്കുന്നത് ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചിരിക്കുന്ന. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ പെണ്ണുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ള ഒരു എക്സ്ക്യൂസ് ആണ് കേട്ടോ. സൂപ്പർ നാച്ചുറലാ. മുഹമ്മദ് ഇറക്കണ ഖുറാനകത്ത് മുഹമ്മദിന് മാത്രം എണ്ണത്തിൽ കവിഞ്ഞ് എത്ര എണ്ണത്തിനെയും കെട്ടാനുള്ള ലൈസൻസ്. ബാക്കി സത്യവിശ്വാസികൾക്കൊക്കെ 4. എന്റെ സത്യവിശ്വാസികളൊക്കെ 2ാം കൂടിയിലുള്ളതാണോ? ബാക്കി മുസൽമാന്മാർക്ക് 4 പെണ്ണുങ്ങളെ കെട്ടാം, മുഹമ്മദിന് എത്ര വേണമെങ്കിലും കെട്ടാം. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രം. ഒന്നുകിൽ മുഹമ്മദ് കള്ളവിശ്വാസിയാണെന്ന് വരും. കാര്യം സത്യവിശ്വാസികൾക്ക് 4 കെട്ടാം, കള്ളവിശ്വാസിക്ക് വേണം എത്രയും കെട്ടാന്ന് പറയേണ്ടി വരും. അപ്പൊ മുഹമ്മദ് സത്യവിശ്വാസി അല്ല എന്ന് ഇതിനകത്ത് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി പോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കണേ. സത്യവിശ്വാസികൾക്ക് 4 കെട്ടാം, മുഹമ്മദിന് എത്ര വേണമെങ്കിലും കെട്ടാം. അതിന്റെ കാരണം കൂടെ ഉണ്ട്. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രം ഉള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും വലതുകൈ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമം നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഞാൻ അവർക്ക് 4 എണ്ണം ഉറപ്പിച്ചിട്ടുണ്ട്, അത് മതി. നിനക്ക് യാതൊരു വിഷമവും ഇല്ലാതിരിക്കാൻ വേണ്ടി അത്ര ഇത്. ഈ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾക്ക് ഇല്ലാത്ത ഒരു വിഷമം മുഹമ്മദിന് മാത്രം ഉണ്ടാവണമെങ്കിൽ അത് എന്ത് തരം വിഷമമായിരിക്കുമെന്ന് നിങ്ങൾ കേൾവിക്കാരൻ തന്നെ തീരുമാനിക്കുക. അപ്പൊ ഇങ്ങേരുടെ ഇമാതിരി വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി ആയത്തിറക്കുന്നതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറയണമെങ്കിൽ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് വേറെ പലതുമായിരിക്കും. അതുകൊണ്ട് ഇമാതിരി സൂപ്പർ നാച്ചുറലുമായിട്ട് വല്ല ഖുറൈശി പേഗൻസിനെ പറ്റിക്കാൻ വേണ്ടി ഇരുന്ന് ഈ ദവാക്കുഞ്ഞുങ്ങൾ യൂട്യൂബ് നടത്തിയാൽ പോരെ. എന്തിനാണ് നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി നടത്തുന്നത്? നിങ്ങൾക്ക് അത്ര നിർബന്ധമല്ല മക്കയിലോ മദീനയിലോ പോയിട്ട് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ പോലെ യൂട്യൂബിൽ ഇറങ്ങി നാട്ടുകാരെ കരിച്ചിതൊക്കെ കാണിച്ച് നാട്ടിക്കേണ്ട വല്ല കാര്യവും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടോ? അപ്പോ മുഹമ്മദിന് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി ഇമാതിരെ കെട്ട് മുഴുവൻ കെട്ടി കൊടുക്കുന്നയാളാണ് ഈ അള്ളാഹു. മുഹമ്മദിന് ആരെ വേണം നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ ഓടി നടന്ന് കെട്ടാനുള്ള ലൈസൻസ് ആണ്. ഇനി ഇത് കൂടാതെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള പെണ്ണുങ്ങൾ കൂടാതെ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ നബിക്ക് സ്വദേഹം ദാനം ചെയ്യുന്ന പക്ഷം അവളെ വിവാഹം കഴിക്കാൻ അതും അനുവദിച്ചിരിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് എന്റെ ശരീരം എടുത്തോളൂ നബിയെ എന്ന് പറഞ്ഞാൽ നബിക്ക് ആ പെണ്ണിനെയും കൊണ്ടുകൊണ്ട് നടക്കാം. എത്ര മനോഹരമായ ആചാരങ്ങൾ! ചുമ്മാതല്ല പുള്ളി അന്ത്യനബിയാന്ന് പറഞ്ഞത്. ആരും ഇങ്ങനത്തെ 2-3 ഉണ്ടായിരുന്നെങ്കിൽ ലോകം കുട്ടിച്ചോറായി പോയെന്ന്. നാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും കിടക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥ വന്നേനെ. അപ്പൊ ഇതാണ് സൂപ്പർ നാച്ചുറൽ. ഇതിനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സെറ്റപ്പ് ഉണ്ടാക്കുന്ന മാമാപ്പണി എന്ന് പറയും. അല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടല്ല. നാട്ടിലേതെങ്കിലും മാമകൾ ചെയ്യുന്ന പരിപാടിയാണ് ഇദ്ദേഹം ഇവിടെ ഈ ഖുറാനത്ത് ഈ ആയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. മരുമോളെ കെട്ടിക്കാൻ വേണ്ടിയുള്ള ആയത്തുകൾ, നബിക്ക് എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കെട്ടാനുള്ള ആയത്തുകൾ, മറ്റു വിശ്വാസികൾക്ക് ഇല്ലാത്ത വിഷമം നബിക്ക് പ്രത്യേകിച്ചുള്ളതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടി എത്ര പെണ്ണുങ്ങൾ വേണമെങ്കിലും കെട്ടാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ആയത്ത്. ഇതൊക്കെ നാട്ടിലെ ഭാഷയിൽ മാമാപ്പണി എന്ന് പറയും. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറയണമെങ്കിൽ നാട്ടിലെ ബ്രോക്കർമാരെല്ലാം സൂപ്പർ നാച്ചുറൽ ആയി പോകും. അതുകൊണ്ട് അമ്മാതിരെ പിടുത്തമൊക്കെ വിട്ട് നമുക്കങ്ങ് ചെയ്യാം. ഓക്കെ, ഇനി നബിയുടെ വീട്ടിൽ വരുന്ന ആളുകൾ ഭാര്യമാരെ ലൈനടിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ആയത്ത്. ഇതൊക്കെ സൂപ്പർ നാച്ചുറലാ. 53-ാമത്തെ ആയത്ത്, സൂറത്ത് അസാബിലെ 53-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീട്ടിൽ ചെല്ലരുത്. നബി ക്ഷണിച്ചാൽ മാത്രമേ ആ വീട്ടിൽ ചെല്ലു. നബിക്ക് ഏത് വീട്ടിലും വേണം കയറി ചെന്ന് അവിടുത്തെ പെണ്ണുങ്ങൾ എടുത്തോണ്ട് പോരാം, അതിന് കുഴപ്പമൊന്നുമില്ല. സൈദ ഇല്ലാത്ത വീട്ടിൽ സമയത്ത് സൈരമേടെ എടുക്കി ചെന്ന് സൈരമേനെ എടുത്തോണ്ട് പോരാ, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നബിയുടെ വീട്ടിൽ ഇനി കയറണമെങ്കിൽ സമ്മതം വേണം. ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. ഒരു വീട്ടിൽ ഇൻവിറ്റേഷൻ ഇല്ലാതെ നബി പോകണമല്ലോ, നമ്മൾ ആരും പോകത്തില്ലല്ലോ. ഓക്കെ, ഭക്ഷണം പാകമാകുന്നവരെ നിങ്ങൾ അവരെ നോക്കിയിരിക്കരുത്. ഇത് ഖുറാനകത്തുള്ള ആയത്താന്ന് വിചാരിക്കണമേ. മുഹമ്മദിന്റെ വീട്ടില് വായി നോക്കാതെ ആരും പോകരുതെന്ന് ഖുറാനകത്ത് ആയത്ത. ഇതാണ് സൂപ്പർ നാച്ചുറൽ ആയത്ത്. പക്ഷെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നില്ലയോ? വിളിച്ചേച്ചല്ല. ഓക്കെ, ആയിക്കട്ടെ, നല്ല കാര്യം. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അപ്പൊ തന്നെ പിരിഞ്ഞു പോവുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവരുത്. നബിയുടെ വീട്ടിൽ നിങ്ങൾ തമാശക്ക് പറഞ്ഞ് നബിയായിട്ട് ഇരിക്കാൻ പാടില്ല.
തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാവുന്നു. ഇതൊക്കെയാണ് സൂപ്പർ നാച്ചുറൽ. വീട്ടിൽ വരുന്ന വിരുന്നുകാരെ ഇറക്കി വിടാൻ വേണ്ടി പറയുന്ന ഡയലോഗുകൾ സൂപ്പർ നാച്ചുറലാ. ഓക്കെ, എന്നാൽ നിങ്ങളോട് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. നബിക്ക് വരെ നാണവമാനമുണ്ട്, അള്ളാഹ്ക്ക് അതുപോലും ഇല്ലെന്നാണ് ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ. അതായത് ആ മുഹമ്മദിന് നാണവമാനം ഉള്ളതുകൊണ്ട് മുഹമ്മദിന് ഇതൊക്കെ പറയാൻ മടിയാ, നാണമാണ് ഇതൊക്കെ പറയാൻ. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത്, ഈ അള്ളാഹ് പറയുന്നത് ആരാ പറയുന്നത്? മുഹമ്മദ് പറയുന്നു. അല്ലാതെ അള്ളാഹു എന്ന് നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഇത് മുഹമ്മദ് അല്ലേ ഇത് നാട്ടുകാരോട് പറഞ്ഞത്. മുഹമ്മദിന് ഇതൊക്കെ പറയാൻ നാണമാണെന്ന് മുഹമ്മദ് തന്നെ. എന്റെ വീട്ടിൽ വന്നിരുന്ന് എന്റെ ഭാര്യമാരെ ലൈൻ അടിക്കരുത്, ഇവിടെ ഇരുന്ന് സൊറ പറഞ്ഞിരുന്ന് വായിട്ട് നോക്കരുത്, ഒളികണ്ണിട്ട് നോക്കരുത്, എന്റെ പെണ്ണുപിള്ളമാരെ നീയൊക്കെ ലൈൻ അടിക്കാൻ നിൽക്കരുത് എന്ന് പറയാൻ മുഹമ്മദിന് നാണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞ് മുഹമ്മദ് പറയുന്നു. അപ്പൊ നാണവും ഇല്ല മാനവും ഇല്ല. അതായത് അള്ളാഹുവിന് നാണമില്ലാത്തവനെന്നല്ലേ ഈ മുഹമ്മദ് ഇവിടെ വിളിച്ചത്. ഇത് സൂപ്പർ നാച്ചുറൽ, മനുഷ്യേതരമായ സ്പർശനമുള്ള സൂപ്പർ നാച്ചുറലായ ആയത്ത. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇനി സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ ഒന്നുമില്ല, അള്ളാഹിന് നാണമാനൊന്നുമില്ല, മുഹമ്മദിന് മാത്രമേ ഉള്ളൂ നാണമാനം. ഓക്കെ, നിങ്ങൾ അവരോട്, നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് മറയുടെ പിന്നിൽ നിന്നിരുന്ന് ചോദിക്കുക. വല്ല സാധനവും നബിയുടെ ഭാര്യമാരോട് ചോദിച്ചാൽ ഹിജാബിന്റെ പറയുന്ന, അത് നബിയുടെ വീട്ടിൽ പോകണ ഇവന്മാർ ഇപ്പൊ ഹിജാബ് ഇടേണ്ട അവസ്ഥയാണ്. ഹിജാബിന്റെ മറയുടെ എന്ന് ചോദിച്ചുകൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധം. നല്ല തങ്കமான മനസ്സുള്ള ഭർത്താവ്, സ്വന്തം ഭാര്യമാർ ഇമ്മാതിരി വിശ്വാസം. കാര്യം എന്താണെന്നറിയോ? സൈനബനെ കെട്ടിയതിന് ശേഷമുള്ള ആയത്താണിത്. സൈനബനെ കെട്ടിയെന്നുകൊണ്ട് മുഹമ്മദ് സയ്യിദിന്റെ വീട്ടിൽ അനാവശ്യ സമയത്ത് ചെന്ന് സൈനബയെ കാണാൻ പാടില്ലാത്ത രൂപത്തിൽ കണ്ടതുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയത്. പുള്ളി അത് കാരണം സൈനബേനെ എടുത്തുകൊണ്ട് പോകുന്നു. നാട്ടുകാർ ഇനി അങ്ങനെ വല്ലതും പറ്റി ആയിഷേനും സൈനബേനൊക്കെ വേറെ ആരെങ്കിലും കൊണ്ടോട്ട് പോയിരിക്കാൻ വേണ്ടി പുള്ളി ഇറക്കിയ ആയത്തായത്. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറയാം. മുഹമ്മദിന്റെ ഭാര്യമാരെ നാട്ടുകാർ വശീകരിക്കാതിരിക്കാൻ വേണ്ടി ശല്യം സഹിക്കാൻ പറ്റാതെ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂപ്പർ നാച്ചുറൽ സ്പർശമുള്ള ആയത്താണെന്ന് പറയണമെങ്കിൽ ഇവന്മാരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി നബിയുടെ ഭാര്യമാരെ സൂറത്ത് അക്സാബ് എന്ന് പറയുന്ന സൂറ തന്നെ ഇറക്കി ഈ രക്ഷിച്ച സൂപ്പർ നാച്ചുറൽ സൂറത്ത് അക്സാബ്. ഇനി പോട്ടെ, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഇതിനകത്തെ കണ്ടന്റിന്റെ സൂപ്പർ നാച്ചുറൽ സ്പർശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഖുറാനിലെ 35-ാമത്തെ സൂറ 27-28 ആയത്തുകൾ ഒന്നെടുത്ത് നോക്കാം. സൂറത്ത് ഫാത്തുർ. നീ കണ്ടില്ലേ അള്ളാഹു ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. അല്ല, ഇത് ഖുറാൻ ആരോട് പറഞ്ഞത്? അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞതല്ലേ? ആണല്ലോ, അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞതല്ലേ? നീ കണ്ടില്ലേ? അപ്പൊ മുഹമ്മദേ നീ കണ്ടില്ലേ? ശരി, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. പർവ്വതങ്ങളിലുമുണ്ട് വെളുത്തതും ചുവന്നതുമായ നിറഭേദങ്ങളുള്ള പാതകൾ. അതായത് നീ കണ്ടില്ലേ മുഹമ്മദേ, അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞ് ഉപയോഗിച്ച് നാം വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴങ്ങൾ ഉണ്ടാക്കി. എടാ, ഇതിനകത്ത് ഇപ്പൊ പഴക്കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്, അള്ളാഹു ഉണ്ട്, മുഹമ്മദ് ഉണ്ട്. ഈ പഴക്കൃഷി ചെയ്യുന്ന ആളാണ് മുഹമ്മദിനോട് വരുന്നത്. മുഹമ്മദേ നീ കണ്ടില്ലേ അള്ളാഹു ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞ് ഉപയോഗിച്ച് നാം അല്ലെങ്കിൽ ഞങ്ങൾ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അല്ല, ഇതെങ്ങനെയാണ് സഹോദര അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ഖുറാനാകുന്നത്? ഇതേതോ പഴക്കച്ചവടക്കാരൻ പറഞ്ഞതല്ലേ? മുഹമ്മദേ നീ കണ്ടില്ലേ അള്ളാഹു ഇറക്കി തന്ന മഴ ഉപയോഗിച്ച് നമ്മളിതാ പഴങ്ങൾ ഉണ്ടാക്കുന്നു. ഇതേതോ പഴക്കച്ചവടക്കാരൻ അല്ലെ പഴക്കൃഷിക്കാരൻ മുഹമ്മദിനോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ് സഹോദര സൂപ്പർ നാച്ചുറൽ സ്പർശമുള്ള ഖുറാനാകുന്നത്? ഒന്നുകിൽ അള്ളാഹു പറഞ്ഞായിരിക്കണം, മുഹമ്മദ് നീ കണ്ടില്ലേ ഞാൻ വെള്ളം ഇറക്കി കൊടുക്കുന്നതുകൊണ്ടിട്ട് നിങ്ങൾ കൃഷി ചെയ്ത് പഴങ്ങൾ ഉണ്ടാക്കുന്നു, നീ കണ്ടില്ലേ മുഹമ്മദേ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞതാവാം. ഇത് മുഹമ്മദേ നീ കണ്ടില്ലേ അള്ളാഹു ഇറക്കി തന്ന വെള്ളം ഉപയോഗിച്ച് നാം പഴങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടില്ലേ മുഹമ്മദേ എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു പറഞ്ഞതല്ലല്ലോ, ഏതോ പഴക്കൃഷിക്കാരൻ മുഹമ്മദിനോട് പറഞ്ഞതല്ലേ അള്ളാഹുവിനെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ കരസ്പർശമേറ്റ ഖുറാൻ ആണെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ സൂപ്പർ നാച്ചുറൽ പഴക്കൃഷിക്കാരായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കേണ്ടി വരും. ഇനി ഖുറാനിലെ 6-ാമത്തെ സൂറത്ത് അൽ-അൻആമിലെ 97 മുതൽ 99 ആയത്തുകൾ എടുത്തു നോക്കിയേ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അഭിമുഖേന വഴിയറിയാൻ പാകത്തിലാക്കി തന്നത്. മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ഹലോ, ഈ പറയുന്ന പുള്ളിക്കാരൻ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുക, എന്നിട്ട് ഈ പറയുന്ന പുള്ളിക്കാരൻ പറയുന്നത് എന്താ?
അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങൾ നിങ്ങൾക്ക് വഴിയ പാകത്തിൽ അവൻ നക്ഷത്രങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അപ്പോ ഈ ദൃഷ്ടാന്തം വിശദീകരിച്ച ആളാണോ ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ അല്ലാഹു, അതോ ഈ നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ച അവനാണോ ഈ സൂപ്പർ നാച്ചുറൽ അല്ലാഹു എന്നൊന്ന് പറയണമല്ലോ. ഇവിടെ ഖുറാന്റെ ഓദർ പറയാണ്, അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പുള്ളിക്കാരൻ ഖുറാന്റെ ഓദർ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തിനെ സംബന്ധിച്ച്? അവൻ വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ഖുറാന്റെ ഓദർ ദൃഷ്ടാന്തങ്ങൾ പറയുക. അപ്പൊ ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ എങ്ങനെയാവുന്നേ? അപ്പൊ ഖുറാന്റെ ഓദറെ കൂടാതെ മുകളില് ഖുറാന്റെ ഓദറിന് ദൃഷ്ടാന്തം ഉണ്ടാക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന വേറൊരു ലെവൽ അവിടെ ഉണ്ട് എന്ന് ഖുറാനി പറയുന്നെങ്കിൽ ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണ്. ഇനി താഴേക്ക് ആ സൂറ കണ്ടിന്യൂ എങ്ങനെയാ? അവനാണ് ഒരേ ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. കാര്യം ഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അപ്പോ ഖുറാൻ ആരുടെ വാക്കാ? ഇത് ഏത് സൂപ്പർ നാച്ചുറലിന്റെ വാക്കാ? ഇതേതോ മനുഷ്യൻ പറഞ്ഞതല്ലേ? അവൻ ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. ശരിയല്ലേ? മനുഷ്യരെ, നിങ്ങളെ അവൻ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു. കാര്യം ഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇതൊരു മനുഷ്യന്റെ വാക്കല്ലേ? ഇതെങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ ആയത്? ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വിശദീകരിച്ചു തരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ആ വാക്ക് എങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ ആകുന്നത്? അതൊരു മനുഷ്യന്റെ വാക്കുകളല്ലേ? അപ്പൊ ഈ ഖുറാൻ എങ്ങനെയാണ് പിന്നെ സൂപ്പർ നാച്ചുറൽ? അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്ത ഗ്രന്ഥം എന്ന് പറയുന്നത് ശുദ്ധ കളവല്ലേ? ഇനി അതിന്റെ കണ്ടിന്യൂഷനാ, അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നത്, എന്നിട്ട് അത് മുഖേന നാം എല്ലാ വസ്തുക്കളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരുന്നു. ഇവിടെ വ്യക്തമായിട്ടും രണ്ട് വ്യത്യസ്ത സെക്ഷൻ ആളുകളെ കാണാം. അവൻ ഒരു കാര്യം ചെയ്യുന്നു, അതുപയോഗിച്ച് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന. അവൻ നക്ഷത്രങ്ങളെ ആക്കി വെക്കുന്നു, അതുപയോഗിച്ച് ഞാൻ ദൃഷ്ടാന്തങ്ങൾ തരുന്നു. അവൻ ഒരേ ആത്മാവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അത് ആളുകൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു. അവൻ ആകാശത്ത് നിന്ന് വെള്ളം ഒഴിക്കുന്നു, അതുപയോഗിച്ച് ഞാൻ മുളകൾ പൊട്ടിക്കുന്നു. അതായത് ഒരു മനുഷ്യന്റെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥം. അതിനെ അള്ളാഹു 50,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് മുഹമ്മദിനെ നൂലെ കെട്ടി ഇങ്ങനെ ഇറക്കി കൊടുത്താണെന്നൊക്കെ പറയണമെങ്കിൽ നിസ്സാരം തൊലിക്കിട്ടിയൊന്നും പോലെ മിനിമം ഒരു കാണ്ടാമൃഗത്തിന് തൊലിക്കിട്ടിയെങ്കിലേക്ക് ഇവമാർക്ക് വേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. ഇനി ഖുറാനിലെ 3-ാമത്തെ സൂറ 7-ാമത്തെ സൂറ ആലു ഇമ്രാനിലെ, നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്നത് അവനാണ്, അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട്. ഖുറാനി പറയുകയാണ്, നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചെന്ന് അവനാണ്. ഇന്നൊരു മുസ്ലിം ഓക്കെ, ഇത് അവാ കുഞ്ഞുങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ കണ്ടാ പറയും, നബിയെ നിനക്ക് വേദഗ്രന്ഥം തന്നത് അവനാണ്, അള്ളാഹുവാണ്, അവനാണെന്ന് പറയും അല്ലെ? അതായത് ഒരു മൂന്നാമതൊരാൾ മുഹമ്മദിനോട് പറയുന്ന കാര്യമാണ്. ഇതൊക്കെ ഖുറാനകത്തുണ്ട്. എന്തൊരു കോമഡിയാ. അപ്പൊ എന്നിട്ട് ഇവന്മാർ പറയുന്ന ഖുറാൻ അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്ത സംഭവമാണെന്ന് ഇവര് പറയുന്നത്. മൂന്നാമതൊരാള് മുഹമ്മദിനോട് പറഞ്ഞ കാര്യം വരെ ഖുറാനകത്ത് എഴുതി വെച്ചേക്കുക മുഹമ്മദ്. എന്നിട്ട് പറയും ഇതൊക്കെ എല്ലാം നേരിട്ട് ഇറക്കി തന്ന സാധനമാണ്, മുഹമ്മദിന് ഒരു റോളും ഇല്ല, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. മുഹമ്മദിനെ ഇറക്കി ഒരു പുസ്തകം എഴുതി വെപ്പിട്ട് കൊച്ചുണ്ണി സെലഫന്റ് ബി എന്ന് പറഞ്ഞ് മുദ്രയും വെച്ച് അള്ളാഹു കൊടുത്തതെന്നാണ് ഇവന്മാർ പറഞ്ഞുണ്ടാക്കുന്നത്. മുഹമ്മദിനോട് ആരാണ്ടും പറഞ്ഞ കാര്യം വരെ ഖുറാനകത്തുണ്ട്. നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചെന്നത് അവനാണ് എന്ന് പറയുന്ന കാര്യം വരെ ഖുറാനകത്ത് കിടക്കി. ഇതൊക്കെ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറയാനേ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകണ്ടൊന്നും പറയുന്നില്ല. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇപ്പൊ മറ്റൊരു ഉദാഹരണം, ബൈബിള് തുടങ്ങുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തുടങ്ങണേ. ആ തുടങ്ങുമ്പോ തന്നെ പറയുന്ന ആദിയില് ദൈവം ആകാശങ്ങളും ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പം മനുഷ്യർക്ക് അങ്ങനെയാണ് വേണ്ടത്, തുടക്കം തൊട്ട് കേൾക്കണം. എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രാരംഭത്തിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതോടുകൂടി കിട്ടി. ഒരു കഥ പറയുന്ന ഇത് പിന്നെ ബൈബിളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോന്നിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആദവും ഹവ്വയും, ഖുറാനിൽ അങ്ങനെ ഹവ്വയുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മളൊരു കഥ എഴുതുമ്പോൾ അതിന്റെ പിന്നെ ഹീറോസ് ആദ്യം അവരുടെ പേരും കാര്യങ്ങളും കഥാപാത്രങ്ങള് മിക്കവാറും ഖുറാൻ അവഗണിക്കുന്നു. കഥാപാത്രങ്ങളുടെ പേരെ ആദ്യം കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല പേര് പറയുന്നില്ല. ഖുറാനിൽ എവിടെയും ഹവ്വയുടെ പേരില്ല. അതേസമയം സൗജത്തഹു ഉണ്ട്, ആദമും അവന്റെ ഭാര്യയും എന്നാണ് വരുന്നത്. അതൊരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന് സംതൃപ്തി കിട്ടാത്തൊരു സംഗതി. ഇത് ഒരു മനുഷ്യനെ എഴുതാൻ പറ്റൂല ഈ രൂപത്തിൽ. ഇത് പലയിടത്തും നിഴലിച്ച് നമുക്ക് കാണാൻ പറ്റും.
എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ ബോംബ് കഥയാണ്. ബോയിങ്ങിനകത്ത് ജഗദീഷ് ശ്രീകുമാർ ഒരു ബോംബ് കഥ പറയത്തില്ലേ, കഞ്ചാവടിച്ചിട്ട് വന്നിട്ട് അന്ന് രാമനും ലക്ഷ്മണനും എന്തോ ബീഡി വലിക്കായിരുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു ബോംബ് കഥ പറയില്ലേ, പഴയ ബോംബ് തന്നെ കഞ്ചാവടിച്ച് എഴുതിയപ്പോൾ ഇങ്ങനെയാണ്, ഒരു തുമ്പും പാലും ഇല്ലാത്ത കഥ. അതായത് തുമ്പും പാലും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ദൈവികം. കൃത്യമായിട്ട് കാര്യങ്ങള് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് സഹിതം കൃത്യമായിട്ട് ഡേറ്റും ഡേയും സഹിതം പറഞ്ഞാൽ അതൊക്കെ മാനുഷികം. മനുഷ്യനല്ലേ ദിവസമൊക്കെ വെച്ച് കൃത്യമായ രീതിയിലുള്ള ഓർഡറിൽ കാര്യങ്ങൾ പറയുന്ന മനുഷ്യനല്ലേ. അത് കഞ്ചാവടിച്ചിട്ട് പറഞ്ഞാൽ അതൊക്കെ ദൈവികം. ഒരു വെളിവും ഇല്ലാതെ തുമ്പും പാലും ഇല്ലാതെ മനുഷ്യന്റെ ഉൽപ്പത്തി പറയുക. ഹവ്വ എന്ന് പറയുന്ന ആദത്തിന്റെ ഭാര്യ ആരാണെന്നോ ഈ ഭാര്യ എങ്ങനെ ഉണ്ടായതാണെന്നോ ഖുർആൻ അറിയില്ല. കാര്യം എന്താ? മുഹമ്മദിന് ആ ഭാഗം ഒരു യഹൂദനും പറഞ്ഞു കൊടുത്തില്ല, ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞു കൊടുത്തില്ല. കാര്യം മുഹമ്മദിനുള്ള അറിവെന്ന് വെച്ചാൽ ഒന്നേ പാഴ്സ്യമതത്തിൽ നിന്ന് കിട്ടണം, അവിടെ എങ്ങും ഹവ്വേനെ കുറിച്ച് പറയുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ യഹൂദന്മാരാരെങ്കിലും പറഞ്ഞു കൊടുക്കണം, മുഹമ്മദിന് ഹീബ്രു എഴുത്തുമാനെ അറിയത്തില്ല, കൊണ്ട് വായിച്ചു നോക്കാനുള്ള വെളിവും പോകുന്നു അംഗീകരിക്കില്ല. അപ്പൊ ഇവരാരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ഖുർആനകത്തോട്ട് വന്നുമില്ല. അപ്പൊ എന്തു പറ്റി? പുള്ളിക്ക് അടിച്ചു മാറ്റാൻ കഥയൊന്നും കിട്ടാഞ്ഞുകൊണ്ട് മനുഷ്യനും മനുഷ്യന്റെ ഭാര്യയൊന്നും പുള്ളി പറഞ്ഞു, അല്ലാതെ ഭാര്യയുടെ പേരാന്ന് പുള്ളിക്ക് അറിയത്തില്ല. അതാണ് അവസ്ഥ. അതിനെ ദൈവികമാണെന്നൊക്കെ പറയണമെങ്കിൽ എന്ത് കഷ്ടം. അതായത് ഇപ്പൊ ഇവര് പറഞ്ഞു വെച്ചതും ഊരും പേരും തുമ്പും വാലും ഇല്ലാത്ത ചരിത്രം ഉള്ളതുകൊണ്ട് ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണ്. എന്നാൽ തൊട്ടു മുന്നേ ഇവന്മാര് ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇതിന്റെ തുടക്കത്തിൽ ഇവന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതൊന്ന് കേട്ടു നോക്കണേ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ വളരെ പ്രധാനമായും കേൾക്കാറുള്ള ഒരു അവകാശവാദമാണ് വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ. എന്നാൽ ആ അവകാശവാദങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി തെളിവുകളായി കൊണ്ടുവരാറുള്ളത് വിശുദ്ധ ഖുർആനിലെ പ്രപഞ്ച വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ, അതല്ലെങ്കിൽ ചരിത്രപരമായ പരാമർശങ്ങൾ, ഇതൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ആ വാദം സ്ഥാപിക്കാറുള്ളത്. ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് ഖുർആനിലത്തെ ചരിത്ര വിവരണങ്ങൾ. ദിവസമോ കാലമോ പേരോ ഒന്നും പറയാതെ മുത്തശ്ശിക്കഥകളെ പണ്ടൊരു രാജാവും രാജകുമാരിയും ജീവിച്ചിരുന്നു എന്ന് പറയുന്ന പോലെ ഏതോ വെളിവില്ലാത്ത മുത്തശ്ശിക്കഥ പറയുന്ന പോലെ സാധനം എഴുതിയിട്ട് പറയുക അതാണ് ഖുർആനിലെ ചരിത്രം എന്ന് ഇവന്മാർ പറയാ. ഇത് പറയാ ആ ചരിത്രം അതിമഹത്തായ ചരിത്രമായതുകൊണ്ട് ഖുർആൻ ദൈവികമാണെന്ന് അതിന് മുന്നേ ഇവന്മാർ പറഞ്ഞു വെച്ചേക്കുക. അതായത് ഖുർആനകത്ത് ചരിത്രമുള്ളത് കൊണ്ട് ആ ചരിത്രത്തിന്റെ വ്യാപ്തി ഉള്ളത് കൊണ്ട് അത് അതിന്റെ ദൈവികതയ്ക്ക് അടിവരയിടുന്നെന്ന് പറയുന്ന അവന്മാർ തന്നെ കുറച്ചു മുമ്പിരുന്ന് പറഞ്ഞ എന്താ, ഖുർആനകത്ത് അങ്ങനെ ഒന്നുമില്ല, കൃത്യമായ ചരിത്ര രേഖകളൊന്നുമില്ല, അതാണ് അതിന്റെ ദൈവികതയ്ക്ക് അടിസ്ഥാനം. ഒന്ന് എന്തെങ്കിലും ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത്, അത് ഏത് കാലഘട്ടത്തിൽ ചെയ്തു, അന്ന് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ആരൊക്കെ അത് കണ്ടു, ആരൊക്കെ അത് അനുഭവിച്ചു, ഇങ്ങനെ കൃത്യമായ കണക്കുകളോടുകൂടെ പറയുന്ന ഒന്നാണ് ചരിത്രം. അല്ലാതെ കഞ്ചാവടിച്ചിട്ട് എഴുതുന്നുണ്ട് എന്നും പറയാൻ പറ്റില്ല, ആരും ഇങ്ങനെ പറഞ്ഞു പോകും, അല്ലാതെ ഒരു തെളിവും ഉണ്ടായാലും രേഖ ഉണ്ടായാലും. പിന്നെ ചില മുത്തശ്ശിക്കഥകളുണ്ട്, പണ്ട് ഒരു രാജകുമാരനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, പേരും ഉണ്ടായാലും ഊരും ഉണ്ടായാലും അങ്ങനെ ഒരു രാജാവും ഉണ്ടായാലും അങ്ങനെ ഒരു രാജകുമാരനും ഉണ്ടാവില്ല. ഒരു കഥ പേര് പോലും ഇല്ലാത്തൊരു രാജകുമാരന്റെ കഥ, കുതിരപ്പുറത്ത് വന്ന രാജകുമാരൻ, കഴുതപ്പുറത്ത് വന്ന രാജകുമാരൻ, കഴുതയുടെ പുറത്ത് കയറി പറന്ന രാജകുമാരൻ, ഇങ്ങനെയൊക്കെ കുറെ കഥകളല്ലാതെ തെളിവും ഉണ്ടാവില്ല, ഊരും പേരും ഒന്നും ഉണ്ടാവില്ല. അതിനെ ചരിത്രം എന്ന് വിളിക്കാനേ തലക്ക് വെളിവുള്ള ആരെങ്കിലും തയ്യാറാകുമോ? അങ്ങനെയുള്ള ചരിത്രം ഉള്ളതുകൊണ്ട് ഖുർആൻ അത്ഭുതം എന്താണെന്ന് അവന്മാർ പറഞ്ഞു വെക്കുമ്പോൾ ഇവന്മാരെയൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക. അതായത് യാതൊരു വിധത്തിലുള്ള ആദത്തിന്റെ കാര്യം പറയുന്നതല്ലാതെ ആദത്തിൽ നിന്ന് എങ്ങനെ ഭാര്യ ഉണ്ടായി ബൈബിളിനകത്ത് കൃത്യമായി പറയുന്നത്, കൃത്യമായിട്ട് ഓർഡർ ചെയ്ത ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണ് ഭാര്യ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഹവ്വ ഉണ്ടായത്, എങ്ങനെയാണ് അവർക്ക് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, കൃത്യമായിട്ട് അവരുടെ സന്തതി പരമ്പരകള് യേശുക്രിസ്തു വരെ സന്തതി പരമ്പരകളുടെ കൃത്യമായ ഡോക്യുമെന്റേഷൻ ബൈബിളിൽ കാണാം. എന്നാൽ ഖുർആനകത്ത് അങ്ങനെ ഒന്നുമില്ല. കാര്യം എന്താ, അള്ളാഹ്ക്ക് ഇതൊന്നും അറിയില്ല. അറിയാത്ത കാര്യം അള്ളാഹ് എങ്ങനെ പറഞ്ഞേ, നമ്മളെന്താ പറയാ, ഈ എണ്ണ ഉണങ്ങിയ നമുക്ക് എണ്ണ കിട്ടും, പാറ്റാപ്പിഴിക്കിരുന്ന് ഉണങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോന്ന് പറയത്തില്ല. ഇതുപോലെ ഈ അള്ളാനെ എന്താ പറയാ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അറിഞ്ഞാലല്ലേ പുള്ളിക്ക് പറയാൻ പറ്റുള്ളൂ. പുള്ളിക്ക് അറിയില്ല, പുള്ളി പറഞ്ഞില്ല. ഇനി മക്കളുടെ ഒരു അറിവിന് വേണ്ടി പറയാം, ഇവന്മാരെ ഈ പറയുന്നതിന്റെ ഉദ്ദേശം ഖുർആനിൽ തുടങ്ങുന്ന എങ്ങനെ, സൂറ ഫാത്തിഹ, ക്രിസ്ത്യാനികളെയൊക്കെ വഴിപഴിച്ചവരെന്ന് ആക്ഷേപിച്ചുകൊണ്ടൊരു സൂറ ഫാത്തിഹ, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് സൂറ ഫാത്തിഹ കൊടുക്കണ്ടില്ല. അവിടെ തുമ്പുമില്ല വാലുമില്ല, ആരുടെ കാര്യം എന്താ കാര്യം ഒരു പിടിയുമില്ല. ഇങ്ങനെയാണ് ദൈവിക ഗ്രന്ഥങ്ങൾ തുടങ്ങുന്നതെന്ന്. എൻ്റെ പൊന്നു മക്കളെ, സൂറ ഫാത്തിഹയല്ല ആദ്യത്തെ സൂറ അലക്കാണ് ആദ്യത്തെ സൂറ. മനുഷ്യനെ ഞാൻ രക്തക്കട്ടയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് സൂറ ആദ്യത്തെ ആയത്തിറങ്ങുന്നത്. എൻ്റെ അത് ആരംഭമല്ലേ? നീയൊക്കെ പറഞ്ഞെന്നാ
ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. കണ്ടില്ലേ, തുടക്കം മുതൽ ഓർഡർ ആയിട്ടാണ് ബൈബിളിൽ പറയുന്നത്. അത് ദൈവികമല്ല, അത് മാനുഷികമാണെന്ന് പറയുന്നു നിങ്ങൾ. അപ്പോ മനുഷ്യനെ ഞാൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖുർആൻ അപ്പം എന്തേ, അതെന്താ ദൈവികമായി മാറി? ഇവന്മാർ വിചാരിച്ച സൂറ ഫാത്തിഹയാണ് ആദ്യം ഇറങ്ങിയ സൂറ എന്നാണ് ഇവന്മാരുടെ വിചാരം. പൊന്നുമക്കളെ, ദവാക്കുഞ്ഞുങ്ങളെ അല്ല. മൂത്ത ദവാക്കാരോട് ചോദിച്ചു നോക്കുക ആദ്യം ഇറങ്ങിയ സൂറയാണെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താന്ന്. അപ്പോൾ ഇമാതിരി ഊടുപാട്ടൊക്കെ ഇറങ്ങില്ല, നാണക്കേടാണ്. ഇനി മുഹമ്മദിനെ കുടുക്കിയ ഗുഹാവാസികളെ കുറിച്ചാണ് ഇവരുടെ അടുത്ത കണ്ടുപിടുത്തം. ഖുർആനിൽ പറയുന്ന സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ ആയത്ത്, സയഖൂലൂന സലാസത്തും റാബിയഹും കൽബഹും. അവർ പറയുന്നു അവര് 3 ആളുകളായിരുന്നു, അതായത് ഗുഹാവാസികൾ 3 പേരായിരുന്നു. അതായത് ഇതിന്റെ ഒരു കണ്ടക്സ്റ്റ് ഓഡിയൻസിന് കൊടുക്കണം തോന്നുന്നു. അതായത് ഗുഹാവാസികളുടെ ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ ചരിത്ര സംഭവത്തിൽ എത്ര ആളുകളാണ് ആ ചരിത്ര സംഭവത്തിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നില്ല. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. അതില് സ്വാഭാവികമായിട്ടും അത് പല അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഫോക്ലോറായിട്ട് പാരമ്പര്യമായിട്ട് പല ആളുകളും ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അറബികൾക്ക് ഈ കഥ അറിയാമായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിൽ എത്ര ആളുകളാണെന്നുള്ള വിഷയത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുമ്പോൾ പല ആളുകൾ പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ പറയാം. അപ്പൊ അങ്ങനെ പല ആളുകളും പറയുന്നുണ്ട് എന്ന് ഖുർആൻ പരാമർശിക്കാം. ഇനി അത് വായിക്കാം. അപ്പൊ സയഖൂലൂന സലാസത്തും റാബിയഹും കൽബഹും, അവരിൽ 3 പേരാണ്, അതിൽ 4-ാമത്തതാണ് നായ. അവരുടെ ഒപ്പം ഒരു നായ ഉണ്ടായിരുന്നു എന്നാണ്. വയഖൂലൂന ഖംസത്തും സാദിസും കൽബഹും, അവരെ 5 പേരാണ്, 6-ാമത്തത് നായായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. എന്നിട്ടല്ല പറയുന്നത് റജ്മുൽ ഗൈബ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അദൃശ്യമായ കാര്യത്തിൽ ഒരു വെറും പറച്ചിലാണ്, ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലല്ല, അദൃശ്യത്തിൽ ഉള്ള ഒരു പരീക്ഷണം. അവർക്ക് അദൃശ്യമായ ഒരു കാര്യം വെറുതെ ഊഹിച്ച് അവർ പറയാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് അടുത്തത് വയക്കൂലിന് സബാത്തും, അവർ പറയുന്നു അവരിൽ ചിലര് പറയാണ് 7 പേരായിരുന്നു അവര്, സാമിനഹും കൽബവും. അതിൽ 8-ാമത്തത് അവരുടെ നായായിരുന്നു. എന്നിട്ടല്ല പറയുന്നു കുൽ റബ്ബി ആലമുബേദ്ദീൻ നായ അലമുല്ല കളി, നീ പറയുക നബിയെ, അവരുടെ എണ്ണത്തെ പറ്റിയിട്ട് ഏറ്റവും അറിയുന്നവൻ അള്ളാഹു ആണ്, നിങ്ങൾ അധികം അറിയില്ല. അപ്പൊ ഇവിടെ ഒരു വീണ്ടും സംഗതി അവശേഷിക്കുകയാണ്. അപ്പൊ എത്രയായിരുന്നു അവര്? ഇതൊക്കെ എല്ലാം ദൈവികമാണ്. കാര്യം കൃത്യമായിട്ട് ആ ചരിത്രം പറഞ്ഞിട്ട് എണ്ണം പറഞ്ഞില്ല, അതാണ് ദൈവികത. അതായത് ആ ചരിത്രം, ഈ ഫോക്ലോറിൽ പല കൺഫ്യൂഷനും ഉണ്ട്. അള്ളാഹുവും ആ കൺഫ്യൂഷൻ തന്നെ എടുത്തു പറഞ്ഞു. ചിലർ പറയുന്നു 4 പേരും പട്ടിയും, ചിലർ പറയുന്നു 5 പേരും പട്ടിയും, ചിലർ പറയുന്നു 6 പേരും പട്ടിയും. അത് നാട്ടുകാർ പറയുന്നതല്ലോ. അള്ളാഹു എത്ര പേരും പട്ടിയും എന്നാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും പറയാതെ അള്ളാഹു നാട്ടുകാർ പറഞ്ഞ കാര്യം അതേപടി ആവർത്തിച്ചിട്ട് അവിടെ കൃത്യം എണ്ണം പറഞ്ഞില്ല. അതാണ് ദൈവികത. എൻ്റെ ജാങ്കോ നിങ്ങൾ വീണ്ടും പെട്ടു എന്നങ്ങ് പറയേണ്ടി വരും. മനസ്സിലായോ? അതറിയണമെങ്കിൽ ആ ആയത്തൊന്ന് വായിക്കുക. ഖുർആനിലെ 18-ാമത്തെ സൂറ 22-ാമത്തെ ആയത്ത്, സൂറത്ത് കഹ്ഫിലെ 22-ാമത്തെ ആയത്താണ്. അവർ ജനങ്ങളിൽ ഒരു വിഭാഗം പറയും ഗുഹാവാസികൾ 3 പേരാണ്, 4-ാമത്തെ നായയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആയത്ത്. ഈ ആയത്തിന്റെ കഥ അറിയണമെങ്കിൽ ഇതൊന്നുമല്ല മക്കളെ. മക്കൾക്ക് ഈ എന്താ പറയുക, വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ദവാപ്രവർത്തനത്തിൽ ഇറങ്ങരുത് കേട്ടോ. പണി അങ്ങോട്ട് കയറി വാങ്ങിച്ചു കിട്ടുന്ന പരിപാടിയാണ്. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറൈശികൾക്ക് മുഹമ്മദ് ഒരു തലവേദന. ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അതും ഇതും ഞാൻ പ്രവാചകനാണ്, എന്നെ ഇപ്പം അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഖുറൈശികള് മദീനയിലുള്ള കുറച്ച് യഹൂദ റബ്ബിമാരുടെ ആളെ വിട്ടു. നിങ്ങൾക്കൊക്കെ അല്ലേ ഈ പ്രവാചകന്മാരൊക്കെ ഉള്ളത്, നിങ്ങൾക്ക് തൗറാത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പ്രവാചകന്മാരും തൗറാത്തൊക്കെ ഉള്ള ടീമാണ്. ഞങ്ങളുടെ ട്രൈബിൽ, ഞങ്ങളുടെ ഗോത്രത്തിൽ ഒരു പയ്യൻ ഇതുപോലെ പ്രവാചകനാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം പ്രവാചകനാണോ അല്ലയോ എന്നറിയാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഖുറൈശികൾ കുറച്ച് പേര് മദീനയിൽ ഈ യഹൂദ റബ്ബിമാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു. അപ്പൊ യഹൂദ റബ്ബിമാര് 3 ചോദ്യങ്ങൾ കൊടുത്തു വിട്ടു. അതിലൊരു ചോദ്യമാണ് ഈ ഗുഹാവാസികൾ എത്ര എന്നുള്ളൊരു ചോദ്യം. പിന്നെ പറഞ്ഞാൽ ഈ ആത്മാവ് എന്താണ് എന്നൊരു ചോദ്യം എന്നാണ് പിന്നെ കൊടുത്തിട്ട്. അപ്പോൾ എന്നിട്ട് യഹൂദ റബ്ബിമാർ പറഞ്ഞു, ഇദ്ദേഹം പ്രവാചകനാണ്, അങ്ങനെ ദൈവം നേരിട്ട് സ്പോട്ടിൽ ഇദ്ദേഹത്തിന് ആയത്ത് കൊടുക്കുന്ന സെറ്റപ്പ് വല്ലതും ആണെങ്കിൽ ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അപ്പം തന്നെ ആയത്ത് കിട്ടിയാലും മറുപടി പറയും. ദൈവമായിട്ട് നേരിട്ട് ബന്ധത്തിലുള്ള ഒരാളാണ്, സ്പോട്ടിൽ മറുപടി പറയും. ഇദ്ദേഹം അപ്പം തന്നെ മറുപടി പറയുന്നില്ലെങ്കിൽ ഇത് വെറും കള്ളത്തരമാണ്, ഇദ്ദേഹം വെറും ഫ്രോഡ് കള്ളപ്രവാചകനാണ് നിങ്ങൾ വിചാരിച്ചോളാൻ പറഞ്ഞുകൊണ്ട് ഇവരെ വിടും. അങ്ങനെ ഈ യഹൂദന്മാർ പറഞ്ഞു കൊടുത്ത നമ്പറുമായിട്ട് ഖുറൈശികൾ മുഹമ്മദ് സ്ഥിരം അവരുടെയൊക്കെ ദവാപ്രവർത്തനത്തിൽ ചെല്ലുക, ഈ പയ്യന്മാരെ പോലെ. അങ്ങനെ ദവാപ്രവർത്തനത്തിൽ മുഹമ്മദ് അവിടെ ചെന്നിരുന്നു, ഖുറൈശികൾ അവിടെ ഇരുന്നു. മുഹമ്മദ് പറയാൻ തുടങ്ങിയപ്പോൾ ഇവർ നിർത്ത മുഹമ്മദെ, ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം, നീ അതിന് ഉത്തരം പറയണം. ഗുഹാവാസികൾ എത്ര പേരായിരുന്നു? അന്ന് നാട്ടിൻപുറത്തുള്ള കഥയാണ്. അപ്പൊ എത്ര പേരായിരുന്നു? മുഹമ്മദ് പറഞ്ഞു, ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. നാളെ പറയാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നു, മുഹമ്മദിന് ഉത്തരവില്ല.
അപ്പൊ മുഹമ്മദ് എന്താ പറയാ, ഇൻഷാ അള്ളാഹ് ഞാൻ പറയാൻ മറന്നുപോയി ഇന്നലെ, അതുകൊണ്ട് ആണ് ഇന്ന് അള്ളാഹു എനിക്ക് ആയത്തൊന്നും തന്നില്ല, ഞാൻ ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ മറ്റന്നാൾ പറയാം. ഇങ്ങനെ പറഞ്ഞ് 15 ദിവസത്തിന് ശേഷം, ഈ എണ്ണം ചോദിച്ചു വിട്ടതാ, എത്ര പേരുണ്ടെന്ന് ചോദിച്ചു വിട്ടാ, 15 ദിവസത്തിന് ശേഷം അള്ളാഹു തന്നാണെന്ന് പറഞ്ഞ് മുഹമ്മദ് കൊടുത്ത ആയത്താണിത്. ഇതിനകത്ത് എണ്ണം ഉണ്ടോ? ഈ നാട്ടുകാർ പറഞ്ഞ കാര്യം തന്നെ തിരിച്ചും മറിച്ചും മുഹമ്മദും പറഞ്ഞ് എന്നിട്ട് പറയാ ഇതാണ് അള്ളാഹു. നാട്ടുകാർ ചോദിച്ചത് എന്താ? ഈ യഹൂദർ അഭിമാരുടെ ഉപദേശം കിട്ടിയ നാട്ടുകാര് മുഹമ്മദിനോട് ചോദിച്ചത് ഗുഹാവാസികൾ എത്രയാണ്. നാളെ പറയാന്ന് പറഞ്ഞു പോയ മുഹമ്മദ് 15 ദിവസം കഴിഞ്ഞിട്ട് ഓരോ ദിവസവും മുങ്ങി നടന്നിട്ട് 15-ാം ദിവസം പൊങ്ങിയ ആയത്താണ് ഈ കാണുന്നത്. അവർ ജനങ്ങളിൽ ഒരു വിഭാഗം പറയും ഗുഹാവാസികൾ 3 പേരാണ്, 4-മത്തേതൊരു നായയാണെന്ന്. ചിലർ പറയും അവർ 5 പേര്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നേ, അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എത്ര പേരാന്ന്. 6-മത്തേതൊരു നായയാണെന്ന്. എന്നാൽ അദൃശ്യകാര്യത്തെ പറ്റിയുള്ള ഊഹം പറയൽ മാത്രമാണിത്. ഇത് അദൃശ്യകാര്യമാണ്, കാണാത്ത കാര്യമാണ്, അദൃശ്യകാര്യമാണ്. ഇതൊക്കെ ഇൻവിസിബിൾ വേൾഡ് ആണ്. ഇതൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ചിലർ പറയുമ്പോൾ അവർ 7ആണ്, 8-മത്തേതൊരു നായയാണ്. നബിയെ പറയുക, എന്റെ രക്ഷിതാവ് അവരുടെ എണ്ണത്തെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്, ചുരുക്കം പേരല്ലാതെ അവരെ പറ്റി അറിയില്ല. അതിനാൽ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ വിഷയം തർക്കിക്കരുത്. അല്ല രക്ഷിതാവേ, നിങ്ങളോട് ചോദിച്ചെന്താ, എത്ര പേരാണെന്നല്ലേ? ഇത് നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി പറഞ്ഞിട്ട് എന്റെ രക്ഷിതാവിന് ഇതെല്ലാം അറിയാം, ഇതൊന്നും തർക്കിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുങ്ങുന്ന ഉടായ്പ, അതും 15-ാം ദിവസം. ഇതിനെയാണ് പറയുന്നത് ജാങ്കോ ഞാൻ പെട്ടു. ഇതാണ് അവസ്ഥ. ഇത് ഞാൻ ഹാസ്യാത്മകമായിട്ട് പറഞ്ഞു എന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ഹാസ്യമൊന്നും കൂട്ടിയിട്ടില്ല. ഇത് കൃത്യമായിട്ട് ഇവരുടെ സീറത്തുൽ റസൂലുള്ള ഇബ്നു ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂലുള്ളയുടെ 136-137 പേജുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല. ചിലർക്ക് ധാരണ ഉണ്ടാവേ, സെബാസ്റ്റ്യൻ മുന്നെങ്കിൽ ഇച്ചിരി സ്റ്റാൻഡപ്പ് കോമഡി പോലെ ഇച്ചിരി കോമഡിയുടെ മേമ്പൊടിയിൽ ചേർത്ത് പറഞ്ഞാണെന്ന്. അല്ല, ഇതിങ്ങനെ തന്നെ നടന്ന കാര്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവർ ചോദിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഈ 136-ാമത്തെ പേജിൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ അത് ഒരു 133-ാമത്തെ പേജ് മുതൽ ആ ചരിത്രമുണ്ട്. 136-ാമത്തെ പേജിൽ എത്തുമ്പോഴാണ് കാര്യങ്ങൾക്കൊരു തീരുമാനമാണ്. ഓക്കെ, ഈ പാരഗ്രാഫിനകത്താണ് ഇവർ ഈ ഖുറൈശികളെല്ലാം കൂടെ യഹൂദന്മാരുടെ അടുക്കൽ ചെല്ലുന്നത്. നിങ്ങൾക്ക് അത് വായിച്ചു വെക്കുന്ന സമയം പോലെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാൻ വിടുക. അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. If he gives you, okay, they carried out their instructions and said to the rabbis. ഈ ഖുറൈശികളുടെ കുറച്ച് ദൂതന്മാര് മദീനയിൽ കുറച്ച് യഹൂദ റബ്ബിമാരെ ചെന്ന് കണ്ടു. അവര് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ഞാൻ ഇച്ചിട്ട് വലുതാക്കും, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, റബീസ്, യു ആർ ദ പീപ്പിൾ ഓഫ് ദ തൗറ. നിങ്ങൾ ഈ തൗറാത്തൊക്കെ അല്ലേ ആളുകളല്ലേ, അതിനകത്ത് ഓരോ പ്രവാചകന്മാരും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ആൻഡ് വി ഹാവ് കം ടു യു സോ ദാറ്റ് യു ക്യാൻ ടെൽ us ഹൗ ടു ഡീൽ വിത്ത് ദിസ് ട്രൈബ് സ്പാൻ ഓഫ് അവേഴ്സ്. ഞങ്ങളുടെ ഈ ഗോത്രക്കാരിൽപ്പെട്ട ഒരു പയ്യൻ ഇങ്ങനെ കുറച്ച് ഡയലോഗ് അടിച്ചു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൗറാത്തൊക്കെ ഉള്ള ആളുകളല്ലേ, നിങ്ങളൊരു ഐഡിയ പറഞ്ഞതാ. The rabbis said, ask him about 3 things which we will instruct you. ഞങ്ങൾ പറയുന്ന പോലെ 3 ചോദ്യം ഈ മുഹമ്മദിനോട് പോയി ചോദിക്കും. If he gives you the right answer, then he is an authentic prophet. അവൻ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ഒറിജിനൽ പ്രോഫറ്റ് ആണ് നിങ്ങളങ്ങ് വിചാരിച്ചു. But if he does not, then the man is a rogue. അവൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവൻ കള്ളപ്രവാചകനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫ്രം യുവർ ഓൺ ഒപ്പീനിയൻ അബൌട്ട്, ഫോം യുവർ ഓൺ ഒപ്പീനിയൻ അബൌട്ട്. അങ്ങനെ നിങ്ങൾ തന്നെ അവനെക്കുറിച്ചൊരു ഒരു അഭിപ്രായം ഉണ്ടാക്കുക. ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ എൻ്റെ അഭിപ്രായം ഉണ്ടാക്കാൻ പറഞ്ഞു വിടുക. ഇനി ചോദിക്കാൻ പറഞ്ഞു വിട്ട ചാതി, ആസ്ക് ഹിം അബൌട്ട് ദ മൈറ്റി ട്രാവലർ ഹു റീച്ച് ദ കൺഫൈൻസ് ഓഫ് ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മറ്റങ്ങളിലേക്ക് എത്തിയ മൈറ്റി ആയിട്ടുള്ള ട്രാവലർ ദുൽഖർനൈനാൻ. നമ്മൾ ദുൽഖർ സൽമാൻ അല്ല, ദുൽഖർനൈനാനെ കുറിച്ച് ചോദിക്കുക. അതാണ് ഒന്ന്. അത് ഈ സൂറത്ത് അൽ കഫിൽ പറയുന്നത്. ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ അത് ഭാഗം എടുക്കുന്നില്ല. ആസ്ക് ഹിം വാട്ട് ദ സ്പിരിറ്റ് ഈസ്. അവനോട് ചോദിക്കുക ആത്മാവ് എന്നാൽ എന്താണ് എന്ന് ചോദിക്കുക. മുഹമ്മദിന് ഉത്തരവില്ല കേട്ടോ. ആൻഡ് ഇഫ് ഹി ക്യാൻ ഗിവ് യു ആൻസർ ദെൻ ഫോളോ ഹിം. ഇഫ് ഹി ഈസ് എ പ്രോഫറ്റ്. ഇഫ് ഹി കനോട്ട്, ഹി ഈസ് എ ഫോർജർ ആൻഡ് ട്രീറ്റ് ഹിം ആസ് യു വിൽ. ഇതിന് ഉത്തരവില്ലെങ്കിൽ അവൻ കള്ളനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. The 2 men returned to Quraysh in Mecca and told them what they had decisive way of dealing with Muhammad, and they told him about the 3 questions. They came to apostle, അതായത് മുഹമ്മദിന്റെ അടുക്കൽ അവർ വന്നു, and called upon him to answer these questions. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ചു. He said to them, മുഹമ്മദ് അവരോട് പറഞ്ഞു, I will give you your answer tomorrow. ഞാൻ നാളെ തന്നെ ഉത്തരം പറഞ്ഞേക്കാന്ന് പറഞ്ഞു. But he did not say if God will. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മുഹമ്മദ് പറഞ്ഞില്ല.
അതുകൊണ്ട് ഉത്തരം കിട്ടിയില്ല. സോ ദേ വെന്റ് അവേ ആൻഡ് ദ അപ്പോസ്റ്റൽസ്, സോ ദേ സേ, വെയിറ്റഡ് ഫോർ 15 days വിത്തൗട്ട് റെവലേഷൻ ഫ്രം ഗോഡ്. അള്ളാഹുവിൽ നിന്ന് ആയത്തൊന്നും കിട്ടാതെ 15 ദിവസം മുഹമ്മദ് ഖുറൈശികളെ മുങ്ങി നടന്നു. അങ്ങനെ മുങ്ങി നടന്നപ്പോൾ ഉത്തരവില്ല. പുള്ളി നാളെ പറയാന്ന് പറഞ്ഞിട്ട് 15 ദിവസമായിട്ട് ഉത്തരവില്ല. മാസം പകുതിയായി എന്നിട്ട് ഉത്തരവില്ല. സോ ദാറ്റ് ദ പീപ്പിൾ ഓഫ് മെക്ക ബിഗാൻ ടു സ്പ്രെഡ് ഈവിൾ അബൌട്ട് ഹിം. അവനെ കുറിച്ച് മോശമായി പറയാൻ, കള്ളപ്രവാചകനാണ് മുഹമ്മദ് എന്ന് പറയാൻ തുടങ്ങി. saying Muhammad promises an answer tomorrow and today is the 15th day we have remained without answer. 15 ദിവസമായിട്ട് ഇങ്ങനെ ഉത്തരവൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കളിയാക്കാൻ തുടങ്ങി. 137 പേജ്. മുഹമ്മദിനെ കളിയാക്കാൻ തുടങ്ങി. ദിസ് ഡിലേ കോസ്റ്റ് അപ്പോസ്റ്റൽ ഗ്രേറ്റ് സോർ. അങ്ങനെ മുഹമ്മദ് നാണം കെട്ട് നാറി എന്ന് പറയാം. അൺടിൽ ഗബ്രിയൽ ബോട്ട് ഹിം ദ ചാപ്റ്റർ ദ കേവ്. അങ്ങനെ ഗബ്രിയൽ കൊണ്ടുവന്നാണ് ഈ ഗുഹ എന്ന് പറയുന്ന ഈ സൂറ, അതായത് നിങ്ങളിപ്പോ കേട്ട ഈ പറയുന്ന സൂറ, ഈ സൂറത്ത് കഹഫ്. ഈ സൂറത്ത് കഹഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ എന്നാണ്, സൂറ ഗുഹ എന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെ കിട്ടിയ സൂറയാണ്. എന്നിട്ട് ഈ നാട്ടുകാര് പറഞ്ഞതല്ലാതെ ഈ എണ്ണം എവിടെ അല്ലാഹു ഇതൊക്കെ എന്നിട്ട് പറയാം ഇതൊക്കെ ദൈവികമാണ്. ഈ പറയുന്നതിനകത്ത് അള്ളാഹു ഇന്ന് ഉത്തരം പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം ഇത് ദൈവികമാണ്. ഈ ഉത്തരം മുട്ടി 15-ാം ദിവസം വന്ന് നാട്ടുകാർ പറഞ്ഞ അതേ കാര്യം അവരോടൊക്കെ പറഞ്ഞിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് പറയുക ഇതൊക്കെ ദൈവികമാണ്. എന്നിട്ട് ഇതിനെ പൊക്കി കാണിക്കാൻ വേണ്ടി ഇത് ദൈവികമാണെന്നതിന്റെ റീസണായിട്ട്, ഖുറാൻ ദൈവികമാണെന്നുള്ള റീസണായിട്ട് മുഹമ്മദ് ഉത്തരം മുട്ടി നാറിയ കഥയുമായിട്ട് വന്നേക്ക. കാര്യം ഈ പൊട്ടന്മാർ ഖുറാൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ, ഇതിന്റെ പുറകുള്ള ചരിത്രം ഇവന്മാർ വായിച്ചിട്ടില്ല. എന്നാൽ എനിക്കറിയില്ല കേട്ടോ, ദവാപ്രവർത്തനത്തിന്റെ ബേസിക് ഉള്ളവന്മാർ പോലും ഈ ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവന്മാർ അതുപോലും വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയേണ്ട അവസ്ഥ സ്വയമായിട്ട് ആരെങ്കിലും വിളിച്ചു കൊടുത്തു ഇപ്പോ. അല്ലെങ്കിൽ ഇവന്മാർ വളരെ വിദഗ്ധമായിട്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് നടക്കുന്ന എക്സ് മുസ്ലിംസ് എന്ന് പറയേണ്ടി വരും. കാര്യം തലക്ക് വെളിയുള്ള മുസ്ലിംസ് ആരെങ്കിലും അവരുടെ കുഴിമാടം തോണ്ടുന്ന പരിപാടി മുഹമ്മദ് നാറിയ ആയത്ത് ഇവിടെ കൊണ്ടൊന്നും ഇടത്തില്ലല്ലോ, അത് ദൈവികമായതിന്റെ തെളിവായിട്ട് ഇവിടെ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യില്ലല്ലോ. ഇവന്മാർ അങ്ങനെ വരെ പറയുക. കണ്ടില്ലേ, അവിടെ ഗുഹാവാസികളെ കുറിച്ചൊന്നും പറയാതെ അള്ളാഹു ആ കഥ മാത്രം ജസ്റ്റ് പറഞ്ഞു. അതാണ് ഖുറാന്റെ സൂപ്പർ നാച്ചുറൽ മഹത്വം എന്ന്. 15 ദിവസമായിട്ട് ഉത്തരം കിട്ടാതെ നാറി നിന്നിട്ട് അവസാനം നാട്ടുകാരെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് ചോദ്യം തിരിച്ചങ്ങോട്ട് പറഞ്ഞിട്ട്, നാട്ടുകാരാ പറഞ്ഞ അവരെ 7 ഉണ്ടെന്ന് പറയുന്നു, 4 ഉണ്ടെന്ന് പറയുന്നു, 8 ഉണ്ടെന്ന്, നിങ്ങൾ എത്ര ഉണ്ടെന്നാ യഥാർത്ഥത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് തന്നെ തിരിച്ചു പറഞ്ഞിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് മുഹമ്മദ് പോകുന്നതാണ്. ആ ആയത്ത് സൂപ്പർ നാച്ചുറലാന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് കിടക്കണമെങ്കിൽ ഇവന്മാരുടെ തലയോട് എന്താ പറയുക, തലച്ചോറെടുത്ത് പരിശോധിച്ചു പോകണം എത്ര ഗ്രാം അതിനകത്ത് ഒറിജിനൽ തലച്ചോറുണ്ട്, ബാക്കിയൊക്കെ ചകിരിച്ചോറാന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് രസം. ഇതും പോരാഞ്ഞിട്ട് ഇവന്മാരെ എക്സ് മുസ്ലിം ആണെന്ന് എന്റെ തോന്നലിനെ ഉറപ്പിക്കുന്ന, ആണിയടിച്ചു വെക്കുന്ന പരാമർശമാണ് ഇവന്മാർ അടുത്തത് നടത്തുന്നത്. ജാങ്കോ ഞാൻ വീടും പെടാൻ പോവാണ്, നന്നായിട്ട് പെട്ടോളൂ മുഹമ്മദേ. മറ്റൊന്ന് പലരും ചോദിക്കില്ല, എന്താ സെയ്ദ് റളിയല്ലാഹുവിന്റെ പേര് ഖുറാനിൽ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരില്ല, ഉമർ റളിയല്ലാഹുവിന്റെ പേരില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അബൂബക്കറിനെ പറ്റി ഖുറാൻ പറയുന്നുണ്ട്. അതെ, സാനി സ്നേഹമാണ് ഒരു വിചിത്രത നോക്ക്. ആ രണ്ടുപേരിൽ ഒരാളായിരിക്കുന്ന സന്ദർഭം എന്തുകൊണ്ട് അവിടെ അബൂബക്കറിന്റെ ഒപ്പം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞൂടെ? പക്ഷെ അത് മനുഷ്യനാണ് അങ്ങനെ പറയാൻ, അത് അള്ളാഹ് പറഞ്ഞില്ല എന്നുള്ളത് അതൊരു ദൈവികമായി. ഇത് നമുക്ക് ശരിക്കും ഖുറാന്റെ ഭാവിയിലുള്ളൊരു പഠന വിഷയമായിട്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു നേച്ചർ, ഈ ഒരു ബിഹേവിയർ നമുക്ക് വേണമെങ്കിൽ തുടർന്ന് പഠിക്കാവുന്ന ഒരു സംഗതിയാണ്. വളരെ ഡെപ്തിൽ പോകുന്ന ഒരു വിഷയം. എന്റെ പൊന്നു ചാങ്ങന്മാരെ നമസ്കാരം. അതായത് ഖുറാനകത്ത് കൂടെ നടന്നേച്ചാ സ്വന്തം മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് പോലും 5 വയസ്സുള്ള സ്വന്തം മോളെ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. അബൂബക്കറിന്റെ പേര് മുഹമ്മദ് ഖുറാനിൽ പറഞ്ഞില്ല. സ്വന്തം മോളെ കെട്ടിച്ചു കൊടുത്ത ഈ പറയുന്ന ഉമറിന്റെ പേര് മുഹമ്മദ് പറഞ്ഞില്ല, ഒരു സഹാബിയുടെയും പേര് പറഞ്ഞില്ല. ആകെ സയ്യിദിന്റെ പേര് മാത്രമാണ് ഖുറാനിൽ പറഞ്ഞേക്കുന്നത്. കണ്ടില്ലേ ഖുറാന്റെ മഹത്വം? ഖുറാൻ ദൈവികമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന്. എന്റെ പൊന്നും മൈത്താണ്ടികളും നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. സയ്യിദിന്റെ പേര് എപ്പോഴാ ഖുറാനിൽ പറഞ്ഞത്? സയ്യിദിന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടിയാ പറഞ്ഞത്. അബൂബക്കറിന്റെ ഭാര്യയൊക്കെ 19 വയസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് മുഹമ്മദിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു എന്താ പറയാ, ഖദീജനെ കെട്ടിന്റെ ക്ഷീണം പുള്ളിക്ക് മാറിയിട്ടില്ല. ഉമറിന്റെ ഭാര്യയ്ക്കും 19 വയസ്സുണ്ടായിരുന്നു, അതുകൊണ്ട് അവരുടെ ഭാര്യയിലും പുള്ളിക്കാരന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സയ്യിദിന്റെ ഭാര്യ സൈനബ വെറും ചെറുപ്പമായിരുന്നുകൊണ്ടാണ് സയ്യിദിന്റെ പേര് വന്നത്. കാര്യം എന്താ, സയ്യിദിന്റെ ഭാര്യനെ മുഹമ്മദ് കല്യാണം കഴിച്ചത് കൊണ്ടാണ് സയ്യിദിന്റെ പേര് ഖുറാനകത്ത് വന്നത്. മക്കള് വായിച്ചിട്ടില്ലേ?
മക്കളെ വായിച്ചിട്ടില്ലെങ്കിലേ കണ്ണും പൂട്ടി വായിക്കുക. എവിടാണ് ഈ പറയുന്ന സയ്യിദിന്റെ കാര്യം ഖുറാനിൽ പറയുന്നത്? ഖുറാനിലെ സൂറത്ത് അക്സാബില് 37-ാമത്തെ ആയത്തിലാണ്, 33-ാമത്തെ സൂറ അക്സാബില് 37-ാമത്തെ ആയത്തിലാണ് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരാളുടെയും പേര് പറയാതെ സയ്യിദിന്റെ പേര് മാത്രം ഖുറാനിൽ പറയുന്നത്. നീ നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുകയും ചെയ്യുന്ന, അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് ഭാര്യയെ തട്ടിയെടുക്കാൻ വേണ്ടി എന്ത് അനുഗ്രഹം പുള്ളി കൊടുക്കും. ഓക്കെ, പറഞ്ഞ സന്ദർഭം ഓർക്കുക. അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം നീ മനസ്സിൽ മറച്ചു വെച്ചു, നീ ജനങ്ങളെ പേടിച്ചു. കാര്യം സ്വന്തം മരുമോളെ കെട്ടിയെന്ന് പറഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ കൈവെക്കും, അണ്ണന് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാൽ നീ പേടിക്കാൻ ഏറ്റവും അർഹ അള്ളാഹു ആണ്. അള്ളാഹുവിനെ പേടിച്ചാൽ മതി, നാട്ടുകാരെ പേടിക്കണം. അള്ളാഹു ഇതിനൊക്കെല്ലാം സപ്പോർട്ടാ, ഭാര്യയും മകളെ ആരെ വേണമെങ്കിലും കെട്ടാം. ഓക്കെ, അങ്ങനെ സയ്യിദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു. ഈ വൃത്തികെട്ട കാര്യം പറയാനാണ്. സയ്യിദ് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ ആവശ്യം നിറവേറ്റിയതിനെ വാങ്ങിക്കാൻ നിൽക്കുന്ന ബാലൻസ് ഷീറ്റ് വല്ലതും ഇങ്ങേര്. സയ്യിദ് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോ അവന്റെ ഭാര്യയെ, അതായത് ഇദ്ദേഹത്തിന്റെ വളർത്തുമകനായ സയ്യിദ് ബിൻ മുഹമ്മദ് ഈ പറയുന്ന സൈനബയിൽ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോ അവന്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ചണ്ടിയായി കഴിഞ്ഞപ്പോ അതിനെ മുഹമ്മദ് എടുത്തോണ്ട് പോയെന്ന്. ഇതാണ് സയ്യിദിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനെയൊക്കെ മറ്റൊന്ന് പലരും ചോദിക്കില്ല, എന്താ സെയ്ദ് റളിയല്ലാഹുവിന്റെ പേര് ഖുറാനിൽ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരില്ല, ഉമർ റളിയല്ലാഹുവിന്റെ പേരില്ല. സത്യം പറ മക്കളെ, നിങ്ങൾ മുഹമ്മദിനായിട്ട് പണി കൊടുക്കാൻ ഇറങ്ങിയാണോ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അബൂബക്കറിനെ പറ്റി ഖുറാൻ പറയുന്നുണ്ട്. അതെ, സാനി സ്നേഹി എന്റെ പൊണ്ണാ, നിങ്ങളുടെ ഭാര്യ നാട്ടുകാർ കൊടുത്ത അവര് നിങ്ങളെ വേണം ഗിന്നസ് ബുക്കിൽ വരെ എഴുതി വെക്കും. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സയ്യിദ് സ്വന്തം ഭാര്യ മുഹമ്മദ് ഇട്ട് കൊടുത്തേ. അപ്പൊ പിന്നെ ആ ഖുറാനകത്തല്ല വേറെ പലതിനകത്തും പുള്ളുകൊണ്ട് എഴുതി വെക്കും. ശരിയല്ലേ? മകളെ കെട്ടിച്ചെടുക്കുന്ന ഫോട്ടോ നോക്കാം. സ്വന്തം ഭാര്യനെ വരെ കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ വന്നാൽ അവരുടെ പേര് പുള്ളിക്കിട്ടോ അവിടത്തേക്ക് എഴുതി വെക്കും. വേണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ കൊടുത്താൽ നിങ്ങളുടെ പേര് വേണം എഴുതി വെക്കും പുള്ളിക്കാരൻ. അതാണ് അവസ്ഥ. ഒരു വിചിത്രത നോക്ക്, ആ രണ്ടുപേരിൽ ഒരാളായിരിക്കുന്ന സന്ദർഭം എന്തുകൊണ്ട് അവിടെ അബൂബക്കറിന്റെ ഒപ്പം നിങ്ങൾ ഇരുന്ന സമയത്ത് എന്ന് പറഞ്ഞൂടെ? പക്ഷെ അത് മനുഷ്യനാണ് അങ്ങനെ പറയാൻ. അത് അള്ളാഹു പറഞ്ഞു. ദൈവമാണെങ്കിൽ ഭാര്യയെ കൊണ്ടേ കൊടുക്കുന്നവരുടെ പേര് മാത്രം എഴുതും, മനുഷ്യനാണെങ്കിൽ മറ്റുള്ളവരുടെ പേരും എഴുതും. എന്റെ പൊന്നണ്ണ, ഇമാതിരി അള്ളാഹുവിനൊക്കെ ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അതല്ല, ഇവന്മാരുടെ കണ്ടുപിടുത്തമാ. ദൈവമാണ് ഖുറാൻ എഴുതിയത്, അതുകൊണ്ട് ഖുറാനകത്ത് മറ്റാളുകളുടെ പേരുകളൊന്നും ഇല്ല. ഈ പറയുന്ന അബൂബക്കറിനെ പോലും 2 പേരിൽ ഒരുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സയ്യിദിന്റെ പേര് മാത്രമേ ഉള്ളൂ. കാര്യം സയ്യിദ് സ്വന്തം ഭാര്യനെ മുഹമ്മദിന് കൊടുത്തു, അതുകൊണ്ട് സയ്യിദിന്റെ പേര് മാത്രമുണ്ട്. എന്റെ പൊന്നണ്ണന്മാരെ, നിങ്ങളുടെ നിലവാരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ സയ്യിദിന് എങ്ങനെയാണ് ഈ സൈനബയെ കെട്ടിയെന്നുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഹിസ്റ്ററി അൽ-തബരിയുടെ ചരിത്ര ഗ്രന്ഥം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ 8-ാമത്തെ വോളിയത്തിന്റെ 1-ാമത്തെ പേജ് മുതൽ തന്നെ തുടങ്ങുന്നത് തന്നെ മുഹമ്മദിന്റെ ഈ സയ്യിദിന്റെ ഭാര്യയെ കെട്ടിയ കഥയാണ് ഈ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഓക്കെ, ഇതാണ് ദ ഈവൻസ് ഓഫ് ദ ഇയർ 5, ഈ അൽ-തബരിയുടെ പുസ്തകത്തിന്റെ 8-ാമത്തെ വോളിയത്തിന്റെ 8-ാമത്തെ വോളിയത്തിന്റെ ഈ 1-ാമത്തെ പേജ് തുടങ്ങുന്നത് തന്നെ 8-ാമത്തെ വോളിയം തുടങ്ങുന്ന 5-ാമത്തെ ചാപ്റ്റർ മുതൽ 1-ാമത്തെ പേജ് മുതല. മുഹമ്മദ്സ് മാരേജ് ടു സൈനബ് ബിൻ ജയ്ഷ്. ഇൻ ദ ഇയർ മെസഞ്ചർ ഓഫ് അള്ളാഹ് മാരീഡ് സൈനബ് ബിൻ ജയ്ഷ്. ഈ ഇയറിൽ, അതായത് ജൂൺ 2, 626 മെയ്യിൽ മുഹമ്മദ് സൈനബയെ കല്യാണം കഴിച്ചു. അക്കോർഡിംഗ് ടു മുഹമ്മദ് ഇബ്നു ഉമർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നരേറ്റീവ് ചെയിൻ വിശദീകരിച്ച് 2-ാം പേജിലേക്ക് വരുമ്പോൾ, മെസഞ്ചർ ഓഫ് അള്ളാഹ് came to the house of Zainab bin Harith. Zainab bin Harithന്റെ വീട്ടിൽ മുഹമ്മദ് വന്നു. ബ്രാക്കറ്റിൽ സയ്യിദ് വാസ് ഓൾവേസ് കോൾഡ് സയ്യിദ് ബിൻ മുഹമ്മദ്. സയ്യിദ് എപ്പോഴും അറിയപ്പെട്ടിരുന്നത് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു. കാര്യം മുഹമ്മദിന്റെ മകനായിട്ട് ദത്തെടുത്താണ് സയ്യിദിനെ. അതുകൊണ്ട് സയ്യിദ് വാസ് ഓൾവേസ് കോൾഡ് സയ്യിദ് ബിൻ മുഹമ്മദ്. മുഹമ്മദിന് ഈ സയ്യിദിന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടി മുഹമ്മദ് ദത്തുപുത്ര സമ്പ്രദായം റദ്ദാക്കി ആയത്തിറക്കിയതിനു ശേഷമാണ് മുഹമ്മദിനെ സയ്യിദ് ബിൻ ഹരിത്ത് എന്ന് വിളിച്ചു തുടങ്ങിയത്. അതിനു മുന്നേ സയ്യിദ് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദിന്റെ മകൻ സയ്യിദ് എന്നായിരുന്നു. Perhaps the messenger of Allah missed him at the moment. മുഹമ്മദിന് എന്താ പറയാ, ഐ മിസ് യു എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദിനെ കാണാൻ വേണ്ടി സയ്യിദിന്റെ വീട്ടിലേക്ക് ഇന്ന് ആരെയാ മിസ്സായെന്ന് ഇപ്പൊ കാണാം. വേർ ഈസ് സയ്യിദ്? ഹി കെയിം ടു ഹിസ് റെസിഡൻസ് ടു ലുക്ക് ഫോർ ഹിം. അവന്റെ വീട്ടിൽ കയറി ചെന്ന് അവനെ നോക്കിയിട്ട് എവിടാ സയ്യിദ് എവിടാന്ന് ചോദിച്ചു. ബട്ട് ഹി ഡിഡ് നോട്ട് ഫൈൻഡ് ഹിം. അങ്ങനെ സയ്യിദിന്റെ വീട്ടിൽ കയറി നോക്കിയിട്ടും സയ്യിദിനെ കണ്ടില്ല. സൈനബ ബിൻ ജയ്ഷ്, സയ്യിദിന്റെ ഭാര്യ സൈനബ, റോസ് ടു മീറ്റ് ഹിം, എഴുന്നേറ്റ് വന്നു ഈ മുഹമ്മദിനെ കാണാം. മുഹമ്മദ് വീട്ടിലേക്ക് അടിച്ചു ഇറങ്ങി ചെല്ലുവാണല്ലോ. ഓക്കെ, ബിക്കോസ് ഷി വാസ് ഡ്രസ്ഡ് ഓൺലി ഇൻ എ ഷിഫ്റ്റ്. ഈ സൈനബ അടിവസ്ത്രം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മുഹമ്മദ് കണ്ടു. അങ്ങനെ മെസഞ്ചർ ഓഫ് ഗോഡ് ടേൺഡ് അവേ ഫ്രം ഹർ.
കണ്ടതിന് ശേഷം തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഹീ ഈസ് നോട്ട് ഹിയർ മെസഞ്ചർ ഓഫ് ഗോഡ്. അല്ലയോ അള്ളാഹുവിന്റെ തിരുദൂതരെ, സയ്യിദ് ഇവിടെ ഇല്ല. കം ഇൻ, യു ആർ ആസ് ഡിയർ ടു മീ ആസ് മൈ ഫാദർ ആൻഡ് മദർ. എൻ്റെ അച്ഛനെയും അമ്മയും പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആളെ, അമ്മായപ്പനാണല്ലോ, പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പോലെ ഞാൻ ബഹുമാനിക്കുന്ന ആളല്ലേ, നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കും എന്ന് പറഞ്ഞു. കം, ഓക്കെ. ദ മെസഞ്ചർ ഓഫ് ഗോഡ് റിഫ്യൂസ് ടു എൻ്റർ. മുഹമ്മദ്, അള്ളാഹുവിന്റെ തിരുദൂതര് വീട്ടിൽ കയറിയില്ല. സൈനബ് ഹാഡ് ഡ്രസ്ഡ് ഇൻ ഹേസ്റ്റ് വെൻ ഷി വാസ് ടോൾഡ് ദ മെസഞ്ചർ വാസ് മുഹമ്മദ് വാസ് അറ്റ് ഡോർ. മുഹമ്മദ് ഡോറിന്റെ അവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ സൈനബ് പെട്ടെന്നാണ് ഡ്രസ് ഇട്ടുകൊണ്ട് അടിവസ്ത്രം മാത്രമേ ഇടാനുള്ള സമയം കിട്ടിയുള്ളൂ. ഷീ ജംപ്ഡ് അപ്പ് ഇൻ ഹേസ്റ്റ് ആൻഡ് എക്സൈറ്റഡ് ഇൻ അഡ്മിറേഷൻ ഓഫ് മെസഞ്ചർ. മുഹമ്മദ് വന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ആണ് അവൾ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഹവർ ഹി ഡിഡ് സേ ഓവർട്ട്ലേ. മുഹമ്മദ് ഇത്രയും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവിടെ നിന്ന് പോയി. ഗ്ലോറി ടു അള്ളാഹ് ഓൾമൈറ്റി ഹൂ കോസസ് ഹാർട്ട്. ഹൃദയങ്ങളെ വശീകരിക്കുന്ന, ഹൃദയങ്ങളെ തിരിച്ചുകളെ. അവിടെയും കുറ്റം അള്ളാഹ്ക്ക്. അള്ളാഹുടെ പണിയല്ലേ നാട്ടുകാരന്റെ ഭാര്യ, അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പടച്ചതമ്പുരാനായി യാഹുവെ കൽപ്പന ഇറക്കിയിരിക്കുമ്പോൾ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് സ്വന്തം മകന്റെ, സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ മോഹിച്ചിട്ട് അള്ളാഹുവെ നീയാണ് ഹൃദയത്തെ തിരിച്ചു കളഞ്ഞ, എന്റെ കുഴപ്പമില്ല കേട്ടോ, അള്ളാഹു ഹൃദയത്തെ തിരിച്ചുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പോയി. വെൻ സയ്യിദ് കെയിം ഹോം. അങ്ങനെ സയ്യിദ് വീട്ടിൽ വന്നപ്പോൾ ഹിസ് വൈഫ് ടോൾഡ് ഹിം ദാറ്റ് ദ മെസഞ്ചർ ഓഫ് ഗോഡ് കെയിം ടു ഹിസ് ഹൗസ്. അവള് പറഞ്ഞു, ഇങ്ങനെ അള്ളാഹുവിന്റെ ദൂതർ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സയ്യിദ് said, why didn't you ask him to come in? നീ എന്താണ് പുതിയ പുള്ളിയോട് അകത്ത് കയറിയിരിക്കാൻ പറയാൻ പറഞ്ഞു? അമ്മായിച്ചൻ വന്നിട്ട് വീട്ടിൽ കയറ്റിയില്ലെന്ന് ചോദിച്ചു. She replied, I asked him but he refused. അപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞാണ് വീട്ടിൽ കയറിയിരിക്കാൻ, പക്ഷെ അമ്മായിച്ചൻ കയറിയില്ല എന്ന് പറഞ്ഞു. Did you hear him say anything? സയ്യിദ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോ she replied, as he turned away, I hear him say, glory to Allah Almighty, glory to Allah who causes hearts to turn. ഹൃദയങ്ങളെ വശീകരിക്കുന്ന, അല്ലെ ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ആണ് ഇവിടുത്തെ മെയിൻ മാമ. തിരിച്ച് അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് പോയി എന്ന് പറഞ്ഞു. സോ സയ്യിദ് ലെഫ്റ്റ് ആൻഡ് ഹാവിംഗ് ടു കം ടു മെസഞ്ചർ. മുഹമ്മദ് സയ്യിദ് നേരെ പണി പോയി, എന്റെ ഭാര്യയെ പുള്ളി എന്താ പറയുക ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായ സയ്യിദ് അവിടെ നേരെ ഓടി മുഹമ്മദ് അടുക്കി ചെന്നു. മെസഞ്ചർ ഓഫ് ഗോഡ്, ഐ ഹേർഡ് ദാറ്റ് യു കെയിം ഇൻ ടു മൈ ഹൗസ്. അള്ളാഹുവിന്റെ തിരുദൂതരെ എന്റെ വീട്ടിൽ വന്നാണ് ഞാൻ അറിഞ്ഞു. വൈ ഡിഡ് യു ഗോ ഇൻ? എന്തുകൊണ്ട് നീ അകത്തേക്ക് പോയില്ല? യു ഹു ആർ ആസ് ഡിയർ ടു മീ ആസ് മൈ ഫാദർ ആൻഡ് മദർ. എന്റെ അച്ഛനെയും അമ്മയും പോലും ഞാൻ ബഹുമാനിക്കുന്നതാണ്, ഞാൻ വളർത്തച്ഛനാ. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, പെർഹാപ്സ് സൈനബ് വാസ് എക്സൈറ്റഡ് ടു അഡ്മിറേഷൻ, സോ ഐ വിൽ സെപ്പറേറ്റ് മൈസെൽഫ് ഫ്രം ഹർ. നിന്നെ സൈനബക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അവളെ മൊഴിയെല്ലാം പോവുകയാണ്. The messenger of God said, keep your wife to yourself. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, keep your wife to yourself. നീ മൊഴി കൊല്ലണ്ട എന്ന് പറഞ്ഞു. സയ്യിദ് could find no possible way to approach her after that day. സയ്യിദിന് അവളുടെ പിന്നെ ചെല്ലാൻ മടിയായി, അവർ ദാമ്പത്യ ജീവിതം പിന്നെ തുടരാൻ മടിയായി. അങ്ങനെ he would come to the messenger of God and tell him. അങ്ങനെ മുഹമ്മദ് ഇടയ്ക്ക് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഞാൻ ഡിവോഴ്സ് ചെയ്യാം, തലാഖില്ലാൻ പോവാം. അപ്പം മുഹമ്മദ് പറഞ്ഞു, കീപ് യുവർ വൈഫ്, നീ നിന്റെ വൈഫിനെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് സയ്യിദ് സെപ്പറേറ്റഡ് ഫ്രം ഹർ ആൻഡ് ലെഫ്റ്റ്. കാര്യം മുഹമ്മദ് നോട്ടവിട്ട പെണ്ണിനെ കെട്ടി പിന്നെ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായ സയ്യിദ് അവളെ ഡിവോഴ്സ് ചെയ്തു. മുഹമ്മദ് നേരെ കയറി അവളെ കെട്ടാൻ പോയി. അപ്പൊ നാട്ടുകാർ തല്ലുവന്നായി. അപ്പൊ മുഹമ്മദ് ആയത്തിറക്കി, നാട്ടുകാരൊന്നും നീ പേടിക്കണ്ട, അള്ളാഹിനെ പേടിച്ചാൽ മതി, അള്ളാഹു ആണ് നിനക്ക് കെട്ടിച്ചു തന്നത്, നീ അവളെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇതൊന്നുമല്ല മക്കളെ, സ്വന്തം വളർത്തുമോന്റെ ഭാര്യയെ കെട്ടി എന്നല്ല തഗ്. ഇമാതിരെ തഗ് ലൈഫുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സുനാൻ അന്നസായുടെ 3251 ഹദീസ്, ബുക്ക് നമ്പർ 26, ഹദീസ് നമ്പർ 56 വായിക്കുക. ഈ സയ്യിദിനെ കൊണ്ട് തന്നെ പുള്ളി കല്യാണാലോചന നടത്തിച്ച്, സയ്യിദിനെ കൊണ്ട് സയ്യിദിന്റെ ഭാര്യനെ മുഹമ്മദിനെ കെട്ടിക്കാൻ വേണ്ടി കല്യാണാലോചന നടത്തിച്ച തഗ് ലൈഫാണ്. അതായത് ഒരുത്തൻ ഭർത്താവിനെ കൊണ്ട് ഭാര്യയുടെ അടുക്കല് മുഹമ്മദിനെ കെട്ടാൻ വേണ്ടി, വളർത്തച്ഛനായ മുഹമ്മദിനെ കെട്ടാൻ വേണ്ടി ഭർത്താവിനെ കൊണ്ട് ഭാര്യയുടെ അടുക്കല് കല്യാണാലോചന നടത്തിച്ച ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ അന്ത്യപ്രവാചകനായിരിക്കും, വേറെ ആരും ആയിരിക്കില്ല. ഇമ്മാതിരി തഗ് ലൈഫ് ചെയ്ത മുഹമ്മദിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമായിട്ട് പേര് ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.